സോ ഗുഡ് ഈവനിങ് എവരിവൺ. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് സൈക്കോപത്തോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓട്ടിസം ആൻഡ് ID ഇത് രണ്ടും കവർ ചെയ്തിരുന്നു, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അതിന്റെ രണ്ട് സംശയങ്ങൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരെണ്ണം ഡെവലപ്മെന്റൽ റിഗ്രഷനെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചിരുന്നു. അതായത് ഒരു പ്രായം വരെ നല്ല രീതിയിൽ നടന്നിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാൻ എന്താ കോസസ് എന്ന്. അപ്പൊ അത് ഞാൻ അന്വേഷിച്ചപ്പോ ഒരു എക്സാക്ട് കോസ് കാണുന്നില്ല. ഈ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടിവിയോ കമ്പ്യൂട്ടറോ പെട്ടെന്ന് ഒരു ദിവസം പ്രവർത്തിക്കാതിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു 3 വയസ്സ് വരെ 4 വയസ്സൊക്കെ വരെ നേരെ ഡെവലപ്പ് ചെയ്തിരുന്ന തലച്ചോറ് പെട്ടെന്ന് ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആകുന്ന ഒരു സംഭവം കണ്ടുവരാറുണ്ട്. അപ്പൊ അതിന്റെ കാരണമായിട്ട് റിഗ്രഷൻ സംഭവിക്കാം. ചില കേസസിൽ എന്തെങ്കിലും എന്താ ടോക്സിക് മെറ്റൽസോ ഈ മെർക്കുറിയോ അങ്ങനെ ലെഡോ അതേപോലത്തെ ടോക്സിക് മെറ്റൽസ് ഒക്കെ കുട്ടികളുടെ ശരീരത്തിലേക്ക് പോയാൽ അങ്ങനെ ഡെവലപ്മെന്റൽ റിഗ്രഷൻ ഉണ്ടാവാറുണ്ട് എന്ന് ചില റിസർച്ചസ് ഒക്കെ കണ്ടു. അതേപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, പനികളൊക്കെ ഇല്ലേ, മെനിഞ്ചറ്റിസ് പോലെയുള്ള തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന പനികളൊക്കെ വന്നാലും ഡെവലപ്മെന്റൽ റിഗ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പ്രീനേറ്റൽ ടെസ്റ്റ് വഴി ഓട്ടിസോ അല്ലെങ്കിൽ ID അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ, അതായത് കുട്ടി ജനിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏർലി ഇയേഴ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. അത് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 5-6 ടെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും 100% ഫുൾ പ്രൂഫ് അല്ല. 100% നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ചില സാധ്യതകൾ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് കറക്റ്റ് ആയിട്ട് തന്നെയാണോ പോകുന്നത് എന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ രീതിയിലുള്ള 2 എക്സ്പ്ലനേഷൻസ് ആണ് ഞാൻ കണ്ടത്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്. ഇത് നമ്മൾ പെർവേസീവ് ആൻഡ് സ്പെസിഫിക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനെ രണ്ടാക്കി തിരിച്ചില്ലേ. പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ ടേമിനെ DSM-5 വന്നപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ DSM-5 എത്തിയപ്പോൾ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സും പിന്നെ കുറച്ച് മോട്ടോർ ഡിസോർഡേഴ്സും ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ മോട്ടോർ ഡിസോർഡേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് ഈ വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളാണ്. അപ്പോൾ സ്പെസിഫിക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൽ വരുന്നത് ഈ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് തന്നെയാണ്. അതിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പഴയ പേരാണ്. അതിനെ DSM-5 വിളിക്കുന്നത് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്നുള്ള പേരിലാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ലേണിംഗ് ഡിസോർഡറും ID-യും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ജനറൽ ഇന്റലിജൻസിനെ ബാധിക്കുന്ന, ജനറൽ എന്താ പറയുക, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ദൈനംദിന ജീവിതത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ലേണിംഗ് ഡിസോർഡറിൽ എന്താ പ്രത്യേകത വരുന്നത് എന്ന് വെച്ചാൽ അതൊരു കൊഗ്നിറ്റീവ് ഇഷ്യൂ ആണ്. അതായത് തലച്ചോറിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് അയാളുടെ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റുകളെയും ബാധിക്കണമെന്നില്ല. ഇപ്പൊ ID ഉള്ള ഒരു കുട്ടിക്ക് പാരന്റ്സിന്റെ നല്ല ശ്രദ്ധ വേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു സിവിയർ കേസാണ് നമ്മൾ ID പറഞ്ഞത്. ഈ ലേണിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. അവരൊരു നോർമൽ കുട്ടിയുടെ പോലെ തന്നെ ആയിരിക്കും വളരുന്നതും സംസാരിക്കുന്നതും മറ്റാളുകളുമായിട്ട് ഇടപഴകുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ അവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി സ്കൂളുകളിലൊക്കെ പോയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചില മേഖലകളിൽ ഇവർക്കൊരു പിന്നോക്കം വലിയലുണ്ടായിരിക്കും. ചില പ്രത്യേക ഏരിയകളിൽ ഇവർക്ക് എക്സൽ ചെയ്യാൻ പറ്റില്ല. എത്ര തന്നെ ശ്രമിച്ചാലും ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എത്ര തന്നെ ശ്രമിച്ചാലും ഇവർക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ലേണിംഗ് ഡിസോർഡേഴ്സിൽ നോക്കുന്നത്. ബാക്കിയുള്ള ആസ്പെക്റ്റുകളിൽ ആ കുട്ടി വളരെ നോർമൽ ആയിരിക്കും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസോർഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അധികം കേസസിലും ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. താരേ സമയം പെർ സിനിമയില് ലേണിംഗ് ഡിസോർഡറിന്റെ ചെറിയ ഇത് കാണിച്ചിട്ടുണ്ട്, ലെറ്റേഴ്സ് എഴുതുമ്പോൾ വളഞ്ഞു പോകുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ ആസ്പെക്റ്റിനെയും ബാധിക്കണമെന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടി നോർമൽ ആണെങ്കിലും ഈ അക്കാഡമിക് സെറ്റിംഗിൽ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ലേണിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക്. ഓക്കെ, അപ്പോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, 3 കാറ്റഗറിയിലുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ സാധാരണ പറയാറുണ്ട്. റീഡിങ്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഭാഷ വായിക്കാനും
അത് എന്താ പറയുക, എഴുതാനും റൈറ്റിംഗ്, ആ ഭാഷ വായിച്ച ഭാഷ എഴുതി നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരും. എത്ര തന്നെ ട്രൈ ചെയ്താലും ഇവർക്ക് കറക്റ്റ് രീതിയിൽ വായിക്കാനും എഴുതാനും പറ്റില്ല. പിന്നെ വരുന്നത് മാത്തമാറ്റിക്സ്, അതായത് കണക്ക് കൂട്ടുക, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അതേപോലത്തെ ബേസിക് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഓർത്തിരിക്കുക, ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്തിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചില കേസസിൽ സമയം നോക്കാൻ വരെ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിരിക്കും, മാത്തമാറ്റിക്സ് വരുമ്പോൾ മാത്രം ഇമ്പയർമെന്റ് വരും. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയിലാണ് അധികം ലേണിംഗ് ഡിസോർഡേഴ്സ് കാണാറുള്ളത്: റീഡിങ്, റൈറ്റിംഗ്, മാത്തമാറ്റിക്സ് എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ. പിന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്. ഇവരുടെ IQ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളതുപോലെ നല്ല IQ കുറവുള്ള കുട്ടികളൊന്നും ആയിരിക്കില്ല. ഇവർക്ക് ആവറേജ് IQ തന്നെയായിരിക്കും. ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ സാധാ ഒരു സ്റ്റേബിൾ ഫാമിലി തന്നെയായിരിക്കും അധികം കേസസിലും. ലൈക്ക് ദാരിദ്ര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്തതോ അങ്ങനത്തെ കേസസ് ഒന്നും ആയിരിക്കില്ല, നോർമൽ ഫാമിലി തന്നെയായിരിക്കും. ഓക്കെ. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നോർമൽ ആണെങ്കിലും ചില കേസസിൽ റീഡിങ്, റൈറ്റിംഗ്, മാത്തമാറ്റിക്സിലൊന്നും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ ഇഷ്യൂസ് ആണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിൽ കാണാറുള്ളത്. ഓക്കെ. ഇനി നമ്മൾ മറ്റേ ID ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ ഇവിടെ 3 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. IDയിൽ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ എന്ന് പറഞ്ഞിട്ടുള്ള 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഇനി ജനറലി ഇതിനെക്കുറിച്ച് ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുകളൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് കാറ്റഗറൈസേഷൻസ് ഫോളോ ചെയ്യാറുണ്ട്, കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാറുണ്ട്. വായിക്കാൻ പറ്റാത്ത കുട്ടി, എഴുതാൻ പറ്റാത്ത അസുഖം, അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ പറ്റാത്ത അസുഖം എന്ന് തുടങ്ങിയ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാറുണ്ട്. പക്ഷെ അത് DSM-5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് അല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. DSM-5 ഏത് അസുഖമാണെങ്കിലും വായിക്കാൻ പറ്റില്ലെങ്കിലും എഴുതാൻ പറ്റിയില്ലെങ്കിലും മാത്സിന്റെ പ്രോബ്ലം ആണെങ്കിലും ഡയഗ്നോസിസ് വരുമ്പോൾ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും വരിക. നമ്മൾ നോർമൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അതിനെ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐ മീൻ പ്രാക്ടീസിൽ അത് മാത്രം ഫോളോ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. സോ ഏതൊക്കെ കാറ്റഗറൈസേഷൻസ് ആണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഈ ടേംസ് വെച്ചിട്ട് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഡിസ്കാൽക്കുലിയ എന്നുള്ളതാണ് ആദ്യത്തെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിന്റെ ക്ലാസിഫിക്കേഷൻ. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ പ്രശ്നമുള്ള കുട്ടികളെയാണ് അവർക്ക് ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികളാണ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ കുട്ടിക്ക് നമ്പേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക, അത് വെച്ചിട്ട് മാത്തമാറ്റിക്സ് ഫാക്ട്സ് പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്പേഴ്സ് എന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരിക്കും അവർക്ക് പ്രശ്നം? പുവർ കോംപ്രിഹെൻഷൻ ഓഫ് മാത്സ് സിമ്പിൾസ്. അല്ലെ, മാത്സ് പഠിക്കുമ്പോൾ ഒരുപാട് സിമ്പിൾസ് ഉണ്ടാവും. ആൽഫ, ബീറ്റ, സിഗ്മ, തീറ്റ എന്നൊക്കെ പറഞ്ഞ കുറെ സിമ്പിൾസ് ഒക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ നോർമൽ ആൾക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എത്ര ശ്രമിച്ചാലും ഈ മാത്തമാറ്റിക്സ് സിമ്പിൾസ് ഒക്കെ കോംപ്രിഹെൻഡ് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത്, ഈവൻ നമ്പേഴ്സ് പോലും, ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്സ് സിമ്പിൾ ആണ്, അതുപോലും മനസ്സിലാക്കി എടുക്കുക, മനസ്സിൽ വെക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. പിന്നെ ഓർക്കുക, ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർമ്മയിൽ വെക്കുക. നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെയാണല്ലോ നമ്മൾ അധികം ചെയ്യുക. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ മെമ്മറൈസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും കുട്ടികളെ കൊണ്ട്. ഇത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ടി ടെല്ലിംഗ് ടൈം, സമയം നോക്കുക, അതായത് ക്ലോക്ക് നോക്കിയിട്ട് സമയം പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ട്രബിൾ വിത്ത് കൗണ്ടിങ്, എണ്ണുക, നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യില്ലേ, അതിലൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ കാണാൻ പറ്റും. സോ ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയ. ആ കാൽക്കുലേഷൻ എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചാൽ മതി. ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേണിംഗ് ഡിസോർഡർ ആണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ കുറവായിരിക്കും. അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്, നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡർ എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ ആണ്. ഓക്കെ. ഡിസ്ഗ്രാഫിയയിൽ എന്താ എഫക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എബിലിറ്റി ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഇപ്പൊ എഴുതുക എന്ന് പറയുന്നത് ഒരു ഫൈൻ മോട്ടോർ സ്കില്ലാണ്. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ വിരലുകൾ പ്രത്യേക രീതിയിൽ പിടിക്കണം, അത് ഒരു പ്രത്യേക രീതിയിൽ ചലിച്ചാലേ നമുക്ക് നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ പറ്റൂല. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു മോട്ടോർ സ്കില്ലാണ് ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ എഴുത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഡിസ്ഗ്രാഫി ഉള്ള കുട്ടികൾക്ക് ഹാൻഡ് റൈറ്റിംഗിൽ നമുക്ക് നല്ല പ്രശ്നം കാണാൻ പറ്റും. ഓക്കെ. എന്തൊക്കെ പ്രശ്നം കാണാൻ പറ്റുക? ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. ഇവര് എഴുതുന്ന സിംബൽസ് ഈ ആൽഫബറ്റ്സ് ഒന്നും ആയിരിക്കില്ല.
നമ്മളെ ആൽഫബറ്റ്സ് ആണ് എഴുതാൻ പറയുന്നതെങ്കിലും ഇവർ എഴുതുമ്പോൾ വായിക്കാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് അത് മാറും. ഈ സിംബൽസ് ഒക്കെ എ ഒക്കെ തിരിഞ്ഞു പോകും, ഓക്കെ, അല്ലെങ്കിൽ ബി ഒക്കെ എഴുതുമ്പോൾ തിരിഞ്ഞു പോകും. അങ്ങനത്തെ ലെറ്റേഴ്സിലൊക്കെ പ്രശ്നം വരും ഇവർ എഴുതുമ്പോൾ. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഇവർ എഴുതുന്നത് എന്താണെന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഇൻകൺസിസ്റ്റന്റ് സ്പേസിങ്, നമ്മൾ എഴുതുമ്പോൾ ഒരു വേർഡില് ഇപ്പോ ആപ്പിൾ എന്നുള്ള വാക്കാണെങ്കിൽ എയും പിയും പിയും എല്ലും ഇയും ഓരോ ലെറ്ററും തമ്മിൽ ചെറിയ സ്പേസ് ഉണ്ടായിരിക്കും. അതിനുശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് അടുത്ത വാക്ക് എഴുതുക, അല്ലെ? ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ പഠിച്ച് പിന്നെ ശീലമായിട്ട് ഈ സ്പേസിംഗ് എന്നുള്ളത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ആ സ്പേസിങ്ങിന്റെ കൺസെപ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരെഴുതുമ്പോൾ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതി പോകും, സ്പേസ് ഒന്നും വിടാതെ. അപ്പോ അത്തരത്തിലുള്ള കേസസിലും ഇവരെന്താണ് എഴുതുന്നതെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ സ്പേസിംഗ് ഒന്നും ഇവർക്ക് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ വരണമെന്നില്ല എന്നുള്ളതാണ് ഡിസ്ഗ്രാഫിയയുടെ മറ്റൊരു പോയിന്റ്. പിന്നെ പുവർ സ്പേഷ്യൽ പ്ലാനിങ് ഓൺ പേപ്പർ, അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ നമ്മളൊരു പേപ്പറിൽ ഇപ്പൊ ഒരു പരീക്ഷ എഴുതുമ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഒരു പേപ്പറിന്റെ ഇത്ര ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഇത്ര ഉണ്ടായിരിക്കും, അങ്ങനെ നമുക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കുമല്ലോ. ഒരു പേപ്പറിൽ നമ്മൾ എഴുതുന്ന എല്ലാ വാക്കുകളും ഏകദേശം ഒരേ സൈസ് തന്നെയായിരിക്കും. ആ വാക്കുകളെല്ലാം ഒരേ സൈസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടാണ് ലാസ്റ്റ് പേപ്പർ ഫിൽ ആവുക. ഈ കുട്ടികൾ എഴുതുമ്പോൾ ഒരു വാക്ക് ചിലപ്പോൾ വളരെ ചെറുതായിട്ട് എഴുതും, അടുത്ത വാക്ക് ചിലപ്പോൾ ഭയങ്കര വലുതായിട്ട് എഴുതും, പിന്നെയുള്ള വാക്ക് വീണ്ടും ചെറുതായിട്ട് എഴുതും. അങ്ങനെ കറക്റ്റ് യൂണിഫോം ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ആ പേപ്പറിലുള്ള സ്പേസ് ഒക്കെ ഇവരെ എഴുതുമ്പോൾ ഉപയോഗിക്കുക. ഇവരുടെ ഇഷ്ടത്തിന് വലുതാക്കിയും ചെറുതാക്കിയിട്ടൊക്കെ ആയിരിക്കും എഴുതുക. ചിലപ്പോൾ ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോകും എഴുതുമ്പോൾ, നല്ല രീതിയിൽ ചെരിവും വളവൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ലൈനിൽ എഴുതുക എന്ന് പറയുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സ്പേഷ്യൽ പ്ലാനിങ് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. പുവർ സ്പെല്ലിങ്, എഴുതുമ്പോൾ സാധാരണ വാക്കുകളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുതി പഠിക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റിക്കൊണ്ടേയിരിക്കുക. എത്ര പഠിച്ചാലും എത്ര മനസ്സിലാക്കിയാലും കറക്റ്റ് സ്പെല്ലിങ്ങിൽ എഴുതാൻ പറ്റാത്തൊരവസ്ഥ. ഈ പുവർ സ്പെല്ലിംഗ് ഡിസ്ലെക്സിയയിലും വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഈ ഡിസ്ഗ്രാഫിയയിലും കണ്ടുവരാറുണ്ട് പുവർ സ്പെല്ലിംഗ് ഉള്ളത്. ഓക്കെ. പിന്നെ ഡിഫിക്കൽട്ടി കമ്പോസിങ് റൈറ്റിംഗ് ആസ് വെൽ ആസ് തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് അറ്റ് ദ സെയിം ടൈം. അതായത് ചിന്തിച്ച് എഴുതുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനൊരു കഥ എഴുതുകയാണെങ്കിൽ ഒരേ സമയം ഞാൻ ചിന്തിക്കുകയും ഒരേ സമയം എഴുതുകയായിരിക്കും, അല്ലെ? അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സും നടക്കുന്നുണ്ട്, അത് ഒരു വാക്കുകളായിട്ട് പേപ്പറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് എഴുതുകയും ചെയ്യുന്നുണ്ട്. കേട്ട് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ, ടീച്ചർ ഇങ്ങനെ വായിക്കുന്നു, അത് നമ്മൾ കേട്ടിട്ട് എഴുതുമ്പോഴും നമ്മൾ മനസ്സിൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് എഴുതുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് എഴുതുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ എക്സ്ട്രാ ചിന്തിച്ച് എഴുതുക, അല്ലെങ്കിൽ മറ്റൊരാൾ വായിക്കുന്നത് കേട്ട് ശ്രദ്ധിച്ച് എഴുതുക എന്ന് പറയുന്നതൊക്കെ ഡിസ്ഗ്രാഫിയുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിരിക്കും. ഡിഫിക്കൽട്ട് ടു ഫോളോ പേപ്പർ മാർജിൻ, യെസ്, അതൊക്കെ വരും. ഈ സ്പേഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നതാണ് അതൊക്കെ. പേപ്പറിന്റെ മാർജിൻ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. സോ അതൊക്കെയാണ് ഈ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളുടെ പ്രത്യേകത. ഡിസ്കാൽക്കുലിയയിൽ മാത്സ് എന്ന് പറഞ്ഞ പോലെ ഡിസ്ഗ്രാഫിയ, ഈ സ്പേഷ്യൽ ഓറിയന്റേഷൻ, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഗ്രാഫ് എന്നുള്ള ടേം വെച്ചിട്ട് അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിൽ ഓർക്കാം നിങ്ങൾക്ക്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് ഡിസ്ഗ്രാഫിയയിൽ വരിക. ഇനി ഡിസ്ലെക്സിയ ആണ് ജനറലി കോമൺ ആയിട്ട് കണ്ടുവരാറ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിൽ കുട്ടികൾക്ക്. ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളിൽ എന്താ മെയിൻ പ്രശ്നം വരിക എന്ന് വെച്ചാൽ റീഡിംഗ് ആണ് ഇവിടുത്തെ കീവേഡ്. ഇവർക്ക് വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വായിച്ച് പ്രോസസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇതൊരു സ്കില്ലാണ്. നമുക്ക് വായിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ചെറിയ കുട്ടികൾ വായിക്കാൻ സ്ട്രഗിൾ ചെയ്യും തുടങ്ങുമ്പോൾ, പക്ഷെ ടീച്ചർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുട്ടി പഠിച്ചു വരുമ്പോൾ ആ കുട്ടി മെല്ലെ ആ ഒരു സ്കില്ലിൽ ഫ്ലുവന്റ് ആയിട്ട് വരും, അല്ലെ? അങ്ങനെയാണ് നോർമൽ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണിലൊക്കെ കാണുന്നത്. പക്ഷെ ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് എത്ര ശ്രമിച്ചാലും കറക്റ്റ് രീതിയിൽ വായിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു സ്ട്രഗിൾ ആയിരിക്കും. റീഡിങ് ആൻഡ് റിലേറ്റഡ് ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസിങ് സ്കിൽസ് എന്തൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് വരിക? റീഡിങ് ഫ്ലുവൻസി, ഒരു പാരഗ്രാഫ് നീച്ചെന്ന് വായിക്കാൻ പറയുകയാണെങ്കിൽ ഫ്ലുവന്റ് ആയിട്ട് ഇത്തരം കുട്ടികൾക്ക് വായിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവും, ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ വിട്ടുപോകും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാം. ഡീകോഡിങ്, ഓക്കെ, വായിക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും, അല്ലെ? ഡീകോഡിങ് ആൻഡ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. നമ്മൾ ഈ ഡിസ്ഗ്രാഫിയയിൽ പറഞ്ഞതുപോലെ എഴുതുക എന്ന് പറയുന്നത് തന്നെ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒപ്പം തിങ്കിങ്ങും കൂടി വരുമ്പോൾ അവരുടെ എഴുത്തിനെ ബാധിക്കുന്നത് പോലെ ഈ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്ക് വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതിന്റെ ഇടയിൽ ഇവർക്ക് കോംപ്രിഹെൻഷൻ,
ആ വായിച്ചതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വേർഡ്സ് ഡീകോഡ് ചെയ്യുക, ആ വാക്ക് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. റീകോൾ, ഞാൻ എന്താണ് വായിച്ചത് എന്ന് ഓർത്തെടുക്കുക, അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോംപ്രിഹെൻഷൻ നടന്നിട്ടില്ല, അവർ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല വായിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് വായിച്ചത് എന്ന് റീകോൾ ചെയ്തെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചില ഡിസ്ലെക്സി ഉള്ള കുട്ടികളിൽ ഈ റൈറ്റിംഗ് ആൻഡ് സ്പെല്ലിംഗ് ഇഷ്യൂസ് ഡിസ്ഗ്രാഫിയയിൽ ഉള്ളതുപോലെ തന്നെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. ഓക്കെ. ആൻഡ് വളരെ റെയർ കേസസിൽ സ്പീച്ച് പ്രശ്നം, അതായത് വായിക്കുമ്പോൾ അല്ലാതെ നോർമൽ കോൺവെർസേഷനിൽ സ്പീച്ചിൽ എന്തെങ്കിലും പ്രശ്നം വരാം, നേരെ രീതിയിൽ ഭാഷ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, സംസാരിക്കുമ്പോൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വരാതിരിക്കുക, സ്റ്റക്കായി പോവുക എന്നുള്ളത് ചില ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അത് ഈ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് എന്ന് നിങ്ങൾ ഒരു ഡിസോർഡർ ഇനി പഠിക്കുന്നുണ്ട്, അത് കൊമോർബിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറും കൂടിയും വരുന്നത് കൊണ്ടാണ് അങ്ങനെ സ്പീച്ച് ഇഷ്യൂസും കൂടിയും വരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഡിസ്ലെക്സിയയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, റീഡിങ് ആൻഡ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കില്ലുകൾ ഈ കുട്ടികൾക്ക് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ സ്കില്ലുകൾ പഠിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ. അപ്പൊ ഈ 3 കാറ്റഗറിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിൽ പഠിക്കാറുള്ളത്. മാത്തമാറ്റിക്സ് ആയിട്ട് ഡിസ്കാൽക്കുലിയ, ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സ്പേഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ, ആൻഡ് റീഡിംഗ് ആൻഡ് അതർ റീഡിംഗ് റിലേറ്റഡ് സ്കിൽസ് എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ. ഓക്കെ. ഈ ഒരു കാറ്റഗറൈസേഷൻ കൂടി ഓർത്ത് വയ്ക്കും. സോ ഈ ലേണിംഗ് ഡിസോർഡേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ, ഈ ഡിസ്കാൽക്കുലിയും ഡിസ്ഗ്രാഫിയും ഒക്കെ ഒന്നിച്ചൊക്കെ വരും കുട്ടികൾ കാണുമോ? വരാം. കൊമോർബിഡ് ആയിട്ട് ചില കേസസിലൊക്കെ വരാറുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നും വരാതിരിക്കാൻ അങ്ങനെ വരാതിരിക്കില്ല അല്ലെങ്കിൽ വരില്ല എന്നൊന്നും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസസിലൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഇവർക്ക് എന്താ അവർക്ക് കൊടുക്കാം? മെഡിസിൻ ആയിട്ടാണോ അതോ വല്ല തെറാപ്പീസ് ആയിട്ടാണോ കൊടുക്കുക? തെറാപ്പി തന്നെ, ബിഹേവിയറൽ തെറാപ്പി ആയിരിക്കും അധികവും കൊടുക്കുക. നമ്മൾ പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് കൺസെപ്റ്റ് ഒക്കെ ഇല്ലേ, അത് വെച്ചിട്ടുള്ള തെറാപ്പീസ് തന്നെ ആയിരിക്കും അധികം കൊടുക്കുക. ശരിയായ രീതിയിൽ എഴുതുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടും അങ്ങനത്തെ രീതിയിൽ ഒരു ക്ലോസ് ഗൈഡൻസ് ഇവർക്ക് വേണ്ടി വരും. ഇപ്പൊ താരെ സമീപറുള്ള അമീർ ഖാന്റെ ഒരു ക്ലോസ് ഗൈഡൻസ് ആ കുട്ടിക്ക് കിട്ടിയ പോലെ ഒരു സ്പെഷ്യൽ ട്യൂട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ ഒരാളുടെ അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ എങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ലേണിംഗ് ഡിസോർഡർ ചില വ്യക്തികളിൽ ചെറുപ്പത്തിൽ വന്നിട്ട് ഇതേപോലെ പ്രോപ്പർ ആയിട്ട് സ്കില്ലുകൾ കിട്ടുകയാണെങ്കിൽ, ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ അഡൾട്ട് ആവുമ്പോഴേക്കും മാറിപ്പോകാറുണ്ട്. അങ്ങനത്തെ കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പ്രൊലോങ് ആയിട്ട് തുടരണമെന്നില്ല. മെഡിസിൻസ് കൊടുക്കാറുണ്ടോ? മെഡിസിൻസ് ഈ കേസസിൽ അധികം കൊടുക്കാറില്ല. ഈ ലേണിംഗ് ഡിസോർഡറിന് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? കാരണം ഇത് നമ്മളിപ്പോ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പഠിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ വയറിങ്ങിൽ വരേണ്ട ഒരു സ്കില്ലാണ്. അപ്പൊ ആ സ്കില്ല് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് ആണ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ കൊമോർബിഡ് ആയിട്ട് വേറെ വല്ല സുഖം ഉണ്ട് വെച്ചാലൊക്കെ ഈ മെഡിസിൻസ് ഒക്കെ അധികം കൊടുക്കുള്ളൂ. ഓക്കെ. ഓക്കെ സർ. ഡിസ്പ്രാക്സിയ എന്തായിരുന്നു? ഡിസ്പ്രാക്സിയ ഈ ക്ലാസിഫിക്കേഷനിൽ ഞാൻ അങ്ങനെ കണ്ടില്ല നോക്കിയപ്പോ. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ഡിസ്പ്രാക്സിയ ആക്ച്വലി DSM-ൽ ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യെസ്, അതൊരു മോട്ടോർ പ്രോബ്ലം ആയതുകൊണ്ട് അതിന് ഈ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിന്റെ കാറ്റഗറിയിലല്ല ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത്. ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് ഡിസ്പ്രാക്സിയയുടെ പുതിയ പേര്. ഓക്കെ. അതില് ഈ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ സ്കിൽസിലാണ് പ്രശ്നം വരുന്നത്. അതായത് വാക്കിംഗ്, റണ്ണിങ്, ഒരു ബോൾ ക്യാച്ച് ചെയ്യുക, മോട്ടോർ കോർഡിനേഷൻ ആണ് അവിടുത്തെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ മോട്ടോർ കോർഡിനേഷൻ ചിലപ്പോൾ ലേണിംഗിൽ ഹാൻഡ് റൈറ്റിംഗിലേക്കൊക്കെ വരാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതിനെ പ്രീവിയസ് കേസസിൽ ഈ ലേണിംഗ് ഡിസോർഡേഴ്സിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് ഇതിനേക്കാളും സിവിയർ ആയിട്ടുള്ള ഒരു മോട്ടോർ പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ് അതിനെ പുതിയ കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്കെ. സോ ഡിസ്പ്രാക്സി ഇപ്പോൾ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിന്റെ കാറ്റഗറിയിൽ പെടുത്താറില്ല. അത് ഒരു മോട്ടോർ പ്രോബ്ലം ആണ്. ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് അതിന്റെ പുതിയ പേര്. വേറെന്തെങ്കിലും ഡൗട്ട്?
റെമഡിയൽ ട്രെയിനേഴ്സ് മീൻസ് ID സ്പെഷ്യലിസ്റ്റ്. യെസ്, കുറച്ച് സ്പെഷ്യൽ ട്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഇതിന് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ടായിരിക്കും. സെൻസറി ട്രെയിനിങ്സ് ക്യാൻ ബി ഗിവൺ. അതെ. പിന്നെ കോസസ് എന്ന് പറയുന്നത് അധികം കേസസിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കോസസ് തന്നെയാണ്, അല്ലാതെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ ട്രോമയോ അങ്ങനെയൊന്നും അല്ല. ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ സിമ്മട്രി ഈ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന ചില കേസസിലൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ ഒരേപോലെ ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അതിന് തമ്മിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ചെറുതും ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ അതൊക്കെ കാരണമാണ് ഇവർക്ക് ഈ എന്താ പറയുക ഇഷ്യൂസ് വരുന്നത് എന്ന് ചില റിസർച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ്. ഓക്കെ, സോ മറ്റ് ഡൗട്ടുകൾ ഇല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇവർക്ക് പ്രശ്നം. ആശയവിനിമയം, സംഭാഷണം, ഭാഷ ഉപയോഗിക്കുന്നതില്ലേ, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, അതായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ട്രബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. ഓക്കെ, ഡെഫിസിറ്റ്സ് ഇൻ ലാംഗ്വേജ്, സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഭാഷ പഠിക്കുക, മനസ്സിലാക്കുക, അത് സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുക, അത് വെച്ചിട്ട് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. DSM-5 ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 3 ഡിസോർഡേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഫസ്റ്റത്തെ ലാംഗ്വേജ് ഡിസോർഡർ, സെക്കൻഡ് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ അല്ലെങ്കിൽ സ്റ്റട്ടറിങ്, നമ്മൾ വിക്ക് എന്ന് പറയും. പിന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ അല്ലെങ്കിൽ സോഷ്യൽ പ്രാഗ്മാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ 3 ഡിസോർഡേഴ്സ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡിസോർഡർ എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഭാഷ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ആണ്. കുട്ടികൾ ഭാഷ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ആണ്. പാരന്റ്സ് സംസാരിക്കുന്നതും ചുറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ആദ്യം ഗ്രാമർ ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ കുട്ടികൾ സംസാരിക്കുമ്പോൾ. അവർ ഒരു വാക്കും ഒരു സിലബിൾസ് ഒക്കെ ആയിരിക്കും സംസാരിച്ച് തുടങ്ങുന്നതല്ലേ. അങ്ങനെ സംസാരിച്ച് പിന്നീടാണ് അതൊരു ഫുൾ എന്താ പറയുക റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. നൗണും വെർബും അഡ്ജക്റ്റീവ് ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. ഈ ലാംഗ്വേജ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ലാംഗ്വേജ് യൂസിലേക്ക് എത്താൻ പറ്റില്ല. അവര് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഭാഷ പഠിച്ചു വരുന്ന സമയത്ത് അറ്റ് എ പോയിന്റ് അവരുടെ ലാംഗ്വേജ് ലേണിംഗ് സ്റ്റക്ക് ആവും. അവിടുന്ന് പിന്നെ അവർക്ക് പ്രോഗ്രഷൻ ഉണ്ടാവില്ല. എത്ര വലുതായാലും ഇവര് കുഞ്ഞു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ 1-2 വാക്കിലോ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ചെറിയ സെന്റൻസുകൾ അത്തരത്തിലുള്ള രീതിയിൽ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇലാബറേറ്റ് ആയിട്ട് ഇവർക്ക് ഭാഷ ഉപയോഗിക്കുക, കൈകാര്യം ചെയ്യുക, അങ്ങനത്തെ കേസസ് ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല ഈ ലാംഗ്വേജ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ അക്വിസിഷൻ ആൻഡ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. അതായത് ഭാഷ അക്വയർ ചെയ്യാനും അത് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഭാഷ പഠിച്ചെടുത്ത ഭാഷ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റക്ക് ആവും. പിന്നെ അവിടുന്ന് അവർക്ക് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ഗ്രാമർ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന തരത്തിലേക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കില്ല. അതാണ് ലാംഗ്വേജ് ഡിസോർഡറിന്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും സിംറ്റംസ് ആയിട്ട് വരിക? റെഡ്യൂസ്ഡ് വൊക്കാബുലറി. ഞാൻ പറഞ്ഞ പോലെ വെർബും അഡ്ജക്റ്റീവും ഒക്കെ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസസിലായിരിക്കില്ല ഇത്തരത്തിലുള്ള ആൾക്കാർ സംസാരിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചാലും ചെറിയ ചെറിയ വാക്കുകളെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഇവർക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ബോളൊന്ന് എടുത്തു തരൂ അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തു തരൂ എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വെള്ളം എന്ന് പറയും അല്ലെങ്കിൽ ബോൾ എന്ന് പറയും. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് അല്ലെങ്കിൽ സെന്റൻസസ് ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുക. സോ റെഡ്യൂസ്ഡ് വൊക്കാബുലറി, അധികം വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇവർക്ക്, കുറച്ച് വാക്കുകളെ അറിയണ്ടായിരിക്കുള്ളൂ. ലിമിറ്റഡ് സെന്റൻസ് സ്ട്രക്ചർ. ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയി സംസാരിക്കണമെന്നില്ല. ഒരു സെന്റൻസ് പകുതിയിൽ വെച്ച് മുറിഞ്ഞു പോവാം, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ സെന്റൻസ് മാത്രം ഉപയോഗിക്കാൻ പറ്റുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം വൊക്കാബുലറിയിലും സെന്റൻസിലൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇമ്പയർമെന്റ് ഇൻ ഡിസ്കോഴ്സ്, ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇമ്പയർമെന്റ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും.
ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുമ്പോൾ ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തോന്നിപ്പോകാം. ഇയാൾ വിചാരിക്കുന്ന ആശയം കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിക്കോളാം, എന്താണ് ഈ ഒരു പോയിന്റ് ബിലോ സിമിലർ ഏജ് ഗ്രൂപ്പ്, അത് നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതായത് സിമിലർ ഏജിലുള്ള കുട്ടികൾ സംസാരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇവരെ കമ്പയർ ചെയ്യുക. ഒരു ഡോക്ടറെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ കൊണ്ടുപോവുകയാണെങ്കിൽ സിമിലർ ഏജിലുള്ള കുട്ടികൾ എത്ര നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതേപോലെ ഇവൻ അല്ലെങ്കിൽ ഇവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പാരിസൺ വരിക. ഓക്കെ, അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഡൗട്ട് വരാം, ഇവർക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാനല്ലേ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, ഇവർക്ക് മനസ്സിൽ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നുള്ള ബുദ്ധിമുട്ട് വരാം, അല്ല ഡൗട്ട് വരാം അല്ലെ. അതായത് ഇവര് മനസ്സിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫ്ലുവന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നു, പുറത്തേക്ക് അത് വരുന്നില്ല, ഫ്ലുവൻസിയിൽ വരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കേസാണോ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് ചിലർക്ക് ഡൗട്ട് വരാം. ചില കേസസിൽ അങ്ങനെയാണ് ലാംഗ്വേജ് ഡിസോർഡർ. ഓക്കെ, അത് എന്താ പറയാ, ചില ലാംഗ്വേജ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ മാത്രമേ ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ, ലാംഗ്വേജിന്റെ യൂസിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ അവർക്ക് എഴുതി കാണിക്കാനൊക്കെ പറ്റും ക്ലിയർ ആയിട്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് വൊക്കാബുലറി സ്റ്റക്കായി പോകുന്നതും സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആയി പോകുന്നതും ഒക്കെ. മനസ്സിൽ ചിന്തിക്കുമ്പോഴും അവർക്ക് കുഴപ്പമുണ്ടായിക്കൊള്ളണമെന്നില്ല. യൂട്യൂബിലൊക്കെ നോക്കി ഇതിന്റെ കേസസ് ഒക്കെ കാണാം, ഇന്റർവ്യൂ ഒക്കെ കാണാം ഇത്തരത്തിലുള്ള ആൾക്കാരായിട്ട്. അപ്പൊ അവർക്ക് നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ മനസ്സിലാവും, അവർക്ക് മനസ്സിലൊരു ഉത്തരം ഉണ്ടായിരിക്കും, പക്ഷെ അത് ആ മനസ്സിൽ വരുന്നത് പോലെ പുറത്തേക്ക് വരുന്നില്ല. ലൈക്ക് ആ തിങ്കിങ്ങിന്റെ ഒരു ബ്രെയിൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, പക്ഷെ തിങ്കിങ് ഒരു വൊക്കാബുലറി ആയിട്ട് പുറത്തേക്ക് വരുന്ന ആ ഭാഗത്തെ ബ്രെയിൻ ആക്ടിവിറ്റിയിലാണ് എന്തോ പ്രശ്നം കാണുന്നത് അധികം കേസസ്. ഓക്കെ, അപ്പൊ അതാണ് ലാംഗ്വേജ് ഡിസോർഡറിന്റെ പ്രത്യേകത. അക്വിസിഷൻ ആൻഡ് യൂസ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും ഇവിടെ ട്രബിൾഡ് ആയിട്ട് കാണുക. മെയിൻ സിംറ്റംസ് റെഡ്യൂസ്ഡ് വൊക്കാബുലറി, വാക്കുകൾ കുറഞ്ഞു പോകുന്നു ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ, പൂർണ്ണമായ സെന്റൻസുകളിൽ സംസാരിക്കാൻ പറ്റില്ല, ലിമിറ്റഡ് സെന്റൻസ് സ്ട്രക്ചർ, അത് കാരണം ഇവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ ലൈഫിനൊക്കെ അത് ബാധിച്ചേക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ്, ആ ഒരു ഡിസോർഡറിനെ ഓർത്ത് വെക്കുക, ലാംഗ്വേജ് ഡിസോർഡർ. ഇനി സെക്കൻഡ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിൽ ചൈൽഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡർ ആണ്. നമ്മൾ മലയാളത്തിൽ ഇതിനെ വിക്ക് എന്ന് പറയും, സാധാ സ്റ്റട്ടറിങ്, വിക്ക്, ആ രോഗം തന്നെ. ഓക്കെ, ഇവിടെ എന്താണ് പ്രശ്നം വരിക? ഡിസ്റ്റർബൻസ് ഇൻ ദ നോർമൽ ഫ്ലുവൻസി ആൻഡ് ടൈം പാറ്റേണിങ് ഓഫ് സ്പീച്ച്. അല്ലെ, വിക്കുള്ള ആൾക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, സംസാരിക്കുന്നതിന്റെ ഇടയിൽ സ്റ്റക്ക് ആവും, എന്നിട്ട് റിപ്പീറ്റീഷൻ വരും. ഓക്കെ, ടൈം പാറ്റേണിങ് ഓഫ് സ്പീച്ച്, ഒരു വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഓരോ വാക്കിന്റെ ഇടയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ, കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ, ആ കണ്ടിന്യൂഷൻ ഇവർക്ക് ബ്രേക്ക് ആവും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ടൈമിൽ സംസാരിച്ചു അവർക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ ചൈൽഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡറിന്റെ പ്രത്യേകത, നമ്മൾ വിക്ക് എന്ന് പറയുന്ന അസുഖം തന്നെ. എന്തൊക്കെയായിരിക്കും മെയിൻ സിംറ്റംസ്? ഒരുപാട് സിംറ്റംസ് ഇങ്ങനെ കാണാറുണ്ട്, എല്ലാം ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. വിക്കിന്റെ നമ്മൾ വിക്ക് എന്ന് പറയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് കാണുന്നത് തന്നെയാണ് സിംറ്റംസ് ആയിട്ട് വരുന്നത്. സൗണ്ട് ആൻഡ് സിലബിൾ റിപ്പീറ്റീഷൻസ്. സൗണ്ട് ആൻഡ് സിലബിൾ റിപ്പീറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വാക്കിൽ സ്റ്റക്ക് ആയിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അല്ലെ, വിക്കുള്ള ആൾക്കാർ ഇങ്ങനെ ആ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തു പറയും. സൗണ്ട് പ്രൊലോങ്ങേഷൻ ഓഫ് കോൺസണൻസ് ആസ് വെൽ ആസ് വവൽസ്. അതായത് വവൽസും കോൺസണൻസിലൊക്കെ ഈ സ്റ്റക്ക് സംഭവിക്കാം, ഏതെങ്കിലും ഒരു സ്പെസിഫിക് വാക്കിൽ സംഭവിക്കാം ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ സാധാരണ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഏത് വാക്കായാലും, വവൽസ് ആയാലും കോൺസണൻസ് ആയാലും അതിലൊക്കെ സ്റ്റക്കായി പോകാം. ബ്രോക്കൺ വേർഡ്, അത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ സ്റ്റക്കായി പോകും അവര്. ഇപ്പൊ ബോൾ എന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ സ്റ്റക്കായി പോകും, ആ ബോൾ എന്നുള്ള വാക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, വേർഡ് ബ്രോക്ക് ആയിട്ട് പോകും, ബ്രേക്ക് ആയിട്ട് പോകും വേർഡ്സ്. ആ ഒരു സിംറ്റം കാണാം. ഓഡിബിൾ ഓർ സൈലന്റ് ബ്ലോക്കിംഗ്. ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ദേ വിൽ സ്റ്റോപ്പ് സ്പീക്കിംഗ്. അല്ലെ, ഇപ്പൊ എത്ര സംസാരിച്ചിട്ടും ബോൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അവർ കുറച്ചേരം ഉണ്ടായിരുന്നിട്ട് പിന്നെയും ട്രൈ ചെയ്യും. അതാണ് ഈ സൈലന്റ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഫിൽഡ് ഓർ അൺഫിൽഡ് പോസസ് ഇൻ സ്പീച്ച്. സ്പീച്ചിന്റെ ഫ്ലുവൻസിനെ ബ്രേക്ക് ആയിട്ട് സ്റ്റക്കായി പോകുക, അവർക്ക് ആ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവർ സൈലന്റ് ആവും. അത്തരത്തിലുള്ള സ്പീച്ചിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാം. സർക്കം ലൊക്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില വാക്കുകൾ നല്ല രീതിയിൽ വിക്ക് വരും, അപ്പൊ അവര് ആ വാക്കുകൾ ഉപയോഗിക്കാതെ മറ്റു വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം എന്നുള്ള വാക്കിലാണ് വിക്ക് വരുന്നതെങ്കിൽ ഭക്ഷണം എന്നുള്ള വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ ചോറ് എന്ന് ഉപയോഗിക്കും. ഓക്കെ,
പിന്നെ അവർക്ക് ഭക്ഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ലൈഫിലുടനീളം ഭക്ഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ വിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊള്ളണം, അല്ലെങ്കിൽ വിൽക്കാനുള്ള ടെൻഡൻസി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർ വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏത് വാക്കിലാണോ വിക്കുള്ളത് അത് മാറ്റിയിട്ട് വേറെ വാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ വേർഡ്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ആൻ എക്സസ് ഓഫ് ഫിസിക്കൽ ടെൻഷൻ. ഈ വിക്ക് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് ഉണ്ടാവുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഫിസിക്കലി സ്ട്രെയിനിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. വാക്കുകൾ ഇങ്ങനെ പറയാന്ന് പറയുന്നത് ഒരു കഷ്ടപ്പെട്ട് പറയുന്നത് പോലെയാണ്. അതൊരു ഫിസിക്കൽ ടെൻഷൻ, അവരുടെ ശരീരത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് കുറച്ച് എഫേർട്ട് എടുക്കണം അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ മോണോസിലബിക് ഹോൾ വേർഡ് റിപ്പീറ്റിഷൻസ്. ഒരു വാക്കിലൊക്കെ ഒരു ലെറ്റർ ഉള്ള വാക്കുകളിലൊക്കെ സ്റ്റക്ക് ആവുക. അപ്പൊ ഐ എന്ന് പറയുന്ന വാക്കില് മോണോസിലബിക് ആണ്, ഒരൊറ്റ ലെറ്റർ അല്ലേ ഉള്ളൂ അതിൽ ഐ. ആ ഒരു വാക്കിൽ ചിലപ്പോൾ കുറെ നേരം സ്റ്റക്ക് ആവും, എന്നിട്ട് ബാക്കിയുള്ള സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള കേസസ് വരാം. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറിൽ ഈ ചൈൽഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സും കൂടി കൊമോർബിഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ വരില്ലേ ഇവർക്ക്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങുന്നതും മറ്റാൾക്കാരെ ഫേസ് ചെയ്യുന്നതും മറ്റാൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. മറ്റേ സുദീവാത്മീകം സിനിമയിൽ കണ്ടിട്ടില്ലേ? അതിൽ തന്നെയല്ലേ ആണ് തോന്നുന്നു. അതേപോലെ സോ സിവിയർ ആങ്സൈറ്റി ഇഷ്യൂസ് ഇവർക്ക് വരാം. ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വന്നാൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി വളരെ അധികമാവുന്ന സമയത്ത് വിക്ക് കൂടുകയും ചെയ്യും. അതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനൊരു ന്യൂറോളജിക്കൽ ബേസിസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ സ്റ്റാമറിങ്ങിന് ഒരു ന്യൂറോളജിക്കൽ ബേസിസ് ഉണ്ട്. പക്ഷെ ആങ്സൈറ്റി കാരണം ഇത് ഇന്റൻസിഫൈ ആവുക ഈ അസുഖം. നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്ക് ആങ്സൈറ്റി വരുമ്പോൾ തീരെയും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാം. സോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ആങ്സൈറ്റി മാനേജ്മെന്റ് ആണ്. ആങ്സൈറ്റി മാനേജ്മെന്റിലൂടെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരും, തിരിച്ചറിവ് വരും. ഏതൊക്കെ വാക്കുകളിൽ ഞാൻ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ സമയത്ത് ഞാൻ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്, സ്റ്റക്ക് ആവുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ റിക്കവർ ചെയ്യാന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുക. മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ട്രെയിനിങ് നടക്കുക. ഓക്കെ, തെറാപ്പീസ് നടക്കുക. അപ്പൊ അതാണ് വിക്കിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അസുഖത്തിന്റെ പേര് ചൈൽഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി തേർഡ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ വരുന്നത് സോഷ്യൽ പ്രാഗ്മാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞ ഫിലോസഫി ഒക്കെ ഉണ്ട്. അതായത് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു അർത്ഥം വരുന്ന വാക്കാണ് പ്രാഗ്മാറ്റിക്സ്. അപ്പൊ സോഷ്യൽ പ്രാഗ്മാറ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ സോഷ്യലി അപ്ലൈ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ ലാംഗ്വേജിനെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സോഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് ബുദ്ധിമുട്ടാവുക നോക്ക്. ഡെഫിസിറ്റ്സ് ഇൻ യൂസിങ് കമ്മ്യൂണിക്കേഷൻ ഫോർ സോഷ്യൽ പർപ്പസസ്. ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യും അല്ലെ, നമസ്കാരം, ഹലോ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് മുന്നേ സ്മോൾ ടോക്കുകൾ എന്ന് പറയും. എന്തൊക്കെ വിശേഷം, സുഖമായിരുന്നു, അതൊക്കെ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത പോലെയാ. നമ്മൾ ഒരാളെ കണ്ട എന്ത് ചോദിക്കണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്ത് വരുന്നത് പോലെയാണ്. സുഖല്ലേ എന്ന് നമ്മൾ ശീലം കൊണ്ട് ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ അയാൾക്ക് ശരിക്കും സുഖല്ലേ എന്ന് ഉദ്ദേശിച്ച് ചോദിക്കുന്നതെന്നല്ല. ഇറ്റ്സ് ലൈക്ക് എ സോഷ്യൽ നോമ് പോലെയാണ്, നമുക്ക് ഹാബിച്വൽ ആയിട്ട് വരുന്നതാണ്. അതൊരു ലേൺഡ് റെസ്പോൺസ് ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കാനും അത് അപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരാളെ കണ്ട ഇവർക്ക് ഗ്രീറ്റ് ചെയ്യുക, സ്മോൾ ടോക്കുകളിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ചില കേസസിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവർ സംസാരിക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് മരണ വീട്ടിൽ പോയി തമാശ പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോ? അല്ല. ഇപ്പൊ സോഷ്യൽ പ്രാഗ്മാറ്റിസം അപ്ലൈ ചെയ്യുന്ന രീതി നോക്കുകയാണെങ്കിൽ മരണ വീട്ടിൽ പോയാൽ അവിടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് ലാംഗ്വേജ് റൂൾസ് ഉണ്ട് അല്ലെ. അധികം സംസാരിക്കാതിരിക്കുക എന്നുള്ളതോ തമാശ പറയുക എന്നുള്ളതോ ഒക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് ആ ലോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എത്ര ചിന്തിച്ചിട്ടും. എവിടെയാണ് ഭാഷ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതാണ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ ഇവര് ചില സമയങ്ങളിൽ സംസാരിച്ചേക്കാം എന്ന് പറയുന്നത്. ഇനി ഇമ്പയർമെന്റ് ഓഫ് ദി എബിലിറ്റി ടു ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ടു മാച്ച് കോണ്ടെക്സ്റ്റ് ഓർ ദ നീഡ്സ് ഓഫ് ദ ലിസണർ. ഇപ്പൊ നിങ്ങളൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പല ലെവലുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് പറയും, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കുറച്ചും കൂടി ലഘൂകരിച്ചിട്ട് പറയും, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ചേർത്തിട്ട് പറയും. അങ്ങനെ പല രീതിയിൽ എനിക്ക് എന്റെ കമ്മ്യൂണിക്കേഷൻ മാറ്റാം. ഓക്കെ, ലിസണറിന്റെ ആവശ്യത്തിനനുസരിച്ച് പല രീതിയിൽ എനിക്ക് എന്റെ കമ്മ്യൂണിക്കേഷൻ മാറ്റാം. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ മാറ്റാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അവര്
സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാ പറയുന്നതെങ്കിൽ പിന്നെ എത്ര അവർ ശ്രമിച്ചാലും ആ രീതിയിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇവർക്ക് അത് ലഘൂകരിച്ച് പറയാനോ അല്ലെങ്കിൽ അത് എക്സാമ്പിൾ വെച്ചിട്ട് പറയാനോ മെറ്റഫർ വെച്ചിട്ട് പറയാനോ ഒന്നും സാധിക്കില്ല. ഏത് രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് മോസ്റ്റ് പ്രോബബിളി ഒരു ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും. ആ രീതിയിൽ തന്നെ ഇവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്പീക്കിംഗ് ഡിഫറെന്റ്ലി ഇൻ എ ക്ലാസ് റൂം ദാൻ ഓൺ എ പ്ലേ ഗ്രൗണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ മരണ വീട്ടിൽ സംസാരിക്കുന്നതും നോർമൽ രീതിയിൽ സംസാരിക്കുന്നതും രണ്ടും രണ്ട് സോഷ്യൽ നിയമങ്ങളാണ്. ലാംഗ്വേജിലുള്ള സോഷ്യൽ നിയമം നമുക്കൊക്കെ ഡീഫോൾട്ട് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവര് ക്ലാസ് റൂമിൽ പ്ലേ ഗ്രൗണ്ടിൽ നല്ല ഒച്ചത്തില് ഉറക്കം സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവര് ക്ലാസ് റൂമിൽ സുഹൃത്തിനോട് സംസാരിക്കുക. ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ സംസാരിക്കരുത് എന്നുള്ള സോഷ്യൽ നോം ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഭാഷ ഉപയോഗിക്കുമ്പോൾ. അങ്ങനത്തെ കേസസ് കണ്ടുവരാറുണ്ട്. ഇനി ടോക്കിംഗ് ഡിഫറെന്റ്ലി ടു എ ചൈൽഡ് ആൻഡ് ടു എൻ അഡൾട്ട്, നമ്മൾ കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുന്ന പോലെയാണോ മുതിർന്നവരോട് സംസാരിക്കുക? അല്ല. കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സ്പീഡൊക്കെ കുറച്ച് കൊഞ്ചലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുട്ടികളെ കളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ആ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ലാംഗ്വേജിന്റെ അപ്ലിക്കേഷൻ നമ്മൾ ആ സോഷ്യൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് മാറ്റുകയാണ്. അത് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവര് അഡൾട്ടിനോട് സംസാരിക്കുന്നത് പോലെ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഇവർക്ക് പറ്റണമെന്നില്ല. ഓക്കെ. ആൻഡ് അവോയ്ഡിങ് യൂസ് ഓഫ് ഓവർലി ഫോർമൽ ലാംഗ്വേജസ്, അതും അതെ. നമ്മൾ ഒരു ഓഫീസ് സെറ്റിംഗിൽ സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കുക, അല്ലെ? ക്ലോസ് ഫ്രണ്ടിനോട് കുറച്ചും കൂടി അയഞ്ഞ ലാംഗ്വേജ് യൂസേജ് ആയിരിക്കും, കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ആയിരിക്കും. അപ്പൊ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഭാഷ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ എല്ലാവരോടും ചിലപ്പോൾ ഇവർ ഫോർമൽ ആയിട്ടായിരിക്കും സംസാരിക്കുക. അച്ഛനോടും അമ്മയോടും സുഹൃത്തുക്കളോടൊക്കെ ഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. അല്ലെങ്കിൽ എല്ലാവരോടും ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി സംസാരിക്കുക ഇവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഡിഫിക്കൽട്ടീസ് ഫോളോയിങ് റൂൾസ് ഫോർ കോൺവെർസേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് സച്ച് ആസ് ടേക്കിംഗ് ടേൺസ് ഇൻ കോൺവെർസേഷൻ, റീഫ്രേസിംഗ് വെൻ മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് നോയിങ് ഹൗ ടു യൂസ് വെർബൽ ആൻഡ് നോൺ വെർബൽ സിഗ്നൽസ് ടു റെഗുലേറ്റ് ഇന്ററാക്ഷൻ. കഥ പറയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെ? കഥ പറയുമ്പോൾ നമുക്ക് ശബ്ദം മോഡിഫൈ ചെയ്യേണ്ടി വരും, ശബ്ദത്തിന്റെ ഇന്റൻസിറ്റി മോഡിഫൈ ചെയ്യേണ്ടി വരും. സന്തോഷം വരുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരും. പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മയത്തിൽ സംസാരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള സ്കില്ലുകളൊക്കെ ഉണ്ടല്ലോ. ട്യൂണ് മാറ്റുന്നത്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സംസാരിക്കുന്ന എന്താ പറയാ മൂഡും ടോണൊക്കെ മാറ്റുന്നത്, അതൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഇനി റീഫ്രേസിംഗ് വെൻ മിസ്അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോ മനസ്സിലായില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ സ്റ്റൈലിലല്ലേ പറഞ്ഞു കൊടുക്കുക. അതൊന്നും ഇവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞത് തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ സിഗ്നൽസ് ഇന്റഗ്രേറ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ കഥ പറയുമ്പോൾ പണ്ടൊരു കാട്ടിൽ നിന്ന് ഒരു ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മറ്റേ ആ ഭാഷ മാറുന്നതിനനുസരിച്ചിട്ട് ടീച്ചറുടെ ബോഡി ലാംഗ്വേജും മാറുന്നുണ്ടായിരിക്കും. അപ്പൊ വെർബൽ ആൻഡ് നോൺ വെർബൽ ഇന്റഗ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് ഇവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഇവരുടെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ റിജിഡ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. ഇനി ഡിഫിക്കൽട്ടീസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആൻഡ് നോൺ ലിറ്ററൽ ഓർ ആംബിഗസ് മീനിങ് ഓഫ് ലാംഗ്വേജ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ മെറ്റഫർ എന്നൊക്കെ പറയില്ലേ നമ്മള്, അല്ലെങ്കിൽ ഹ്യൂമർ, തമാശ, ഇതൊന്നും ഇവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോ പുരികം പുഴുപോൽ പിടഞ്ഞകം എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അപ്പോ പുരികം പുഴുവിന്റെ പോലെയാണ് ഇരിക്കുന്നത്, അതായത് ദേഷ്യപ്പെട്ടിട്ട് പുരികം കൂർപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറാണ് പുരികം പുഴുപോൽ പിടഞ്ഞകം. അപ്പൊ പുഴുവിന്റെ പോലെയാണ് പുരികം നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. സാധാരണ ഒരു വ്യക്തിക്ക് പുഴു ഇങ്ങനെ നീങ്ങുമ്പോൾ ഇങ്ങനെ ചുളിയുന്നുണ്ട്. അപ്പൊ പുരികം ചുളിയുന്നത് എപ്പോഴാണ്? ദേഷ്യപ്പെടുമ്പോഴാണ്. അപ്പൊ ആ വ്യക്തി ദേഷ്യപ്പെടുന്നതാണെന്ന് ചിലപ്പോൾ ആ ഒരു സെന്റൻസ് വായിച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇവർക്ക് ഇതേപോലത്തെ മെറ്റഫേഴ്സ്, ഹ്യൂമേഴ്സ്, ഇഡിയംസ് ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഡയറക്റ്റ് മീനിങ് ആയിരിക്കും ഇവര് ഇപ്പോ പല കേസസിലും എന്താ പറയാ മനസ്സിലാക്കി എടുക്കുക. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ വേറൊരു സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്. പക്ഷെ ഇവര് പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ള ലിറ്ററൽ മീനിങ് ആയിരിക്കും അതിൽ നിന്ന് എടുക്കുക. അതിന്റെ അപ്പുറം ഇവർക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല ലാംഗ്വേജിന്റെ കേസിൽ. ഓക്കെ. ഇതൊക്കെയാണ് സോഷ്യൽ പ്രാഗ്മാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സിംറ്റംസ് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ ഈ 3 പറഞ്ഞില്ല. ലാംഗ്വേജ് ഓൺസെറ്റ്, ചൈൽഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ അല്ലെങ്കിൽ സ്റ്റട്ടറിങ്, ലാംഗ്വേജ് ഡിസോർഡർ, സോഷ്യൽ പ്രാഗ്മാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ.
സാർ ഇത് ബ്രെയിനിന്റെ ഭാഗമായിട്ട് ഇപ്പം ബ്രോക്കസ് ഏരിയ വെർണിക്സ് ഏരിയ എന്നൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമോ? എക്സാക്ട്ലി ബ്രോക്കസ് ഏരിയ വെർണിക്സ് ഏരിയ ഡാമേജ് അങ്ങനെയൊന്നും ഇവരുടെ കാണാൻ പറ്റില്ല. ചിലപ്പോ ഈ ന്യൂറോണൽ ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബ്രോക്കസ് ഏരിയയിൽ ഒരു ആവറേജ് മനുഷ്യനിൽ ഇത്രയും ന്യൂറോൺസ് വേണ്ടിയിരുന്നതായിരുന്നു, പക്ഷെ ഇവരുടെ അത് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കേസസ് ഒക്കെ കാണാറുണ്ട്. അല്ലാതെ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഡാമേജ് ആണെങ്കിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തായിരിക്കും സാറേ? കംപ്ലീറ്റ്ലി ഡാമേജ് ആണെങ്കിൽ അഫേസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്. APHASI എന്ന് നമ്മൾ പറയും. രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ബ്രോക്കാസ് അഫേസിയ ഉണ്ട്, വെർണിക്സ് അഫേസിയ ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകും, പക്ഷെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നോൺസെൻസ് ആയിരിക്കും. ഒരു ഗ്രാമർ ഒന്നും ഉണ്ടാവാതെ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകും. ആ ഒരു കേസ് വരാറുണ്ട്. ചില ആൾക്കാർക്ക് എന്താ പറയാ, അർത്ഥപൂർണമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും, പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ ടാൻജൻഷ്യാലിറ്റിയിലൊക്കെ പറഞ്ഞതുപോലെ ചക്കാന്ന് ചോദിച്ചാൽ ചുക്ക്, ആ രീതിയിലുള്ള റെസ്പോൺസ് കിട്ടും. അങ്ങനെയും കണ്ടുവരാറുണ്ട് രണ്ട് കേസസ് ഡാമേജ് വരുമ്പോൾ. അഫേസിയ അധികം കേസസിലും വരും എന്തെങ്കിലും സിവിയർ ബ്രെയിൻ ഡാമേജ് ഒക്കെ വരുമ്പോൾ തന്നെയാണ്, വല്ല ആക്സിഡന്റോ അങ്ങനത്തെ കേസസ് ഒക്കെ വരുന്നത്. ചോദിച്ചോളൂ, വേറെ എന്തെങ്കിലും ഡൗട്ടുള്ളൂ? ഓക്കെ, അപ്പൊ ഇത് മൂന്നും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൽ വരുന്ന ഇപ്പോ ഇത്രയും കണ്ടത് ഡിസോർഡേഴ്സ് എല്ലാം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് തന്നെയാണ്. എല്ലാത്തിനും എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ ബേസിസ്, ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ബ്രേക്ക് ആവുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നോക്കാൻ പോകുന്നത് മറ്റ് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. കുട്ടികൾക്കോ അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡ് 18 വയസ്സാവുന്നതിന് മുമ്പെയോ കണ്ടുവരുന്ന ബാക്കിയുള്ള ഡിസോർഡേഴ്സ്. ഇതെല്ലാം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബേസിസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സോഷ്യൽ കോസസ് കാരണം ഉണ്ടാകാം, വളർന്നു വരുന്ന എൻവയോൺമെന്റ് കാരണം ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ്, മറ്റ് കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. നമ്മൾ പേഴ്സണാലിറ്റിയുടെ തിയറീസ് ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. കുട്ടിക്ക് അമ്മയായിട്ട് ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റും കുട്ടിക്ക് അമ്മയും അല്ലെങ്കിൽ പ്രൈമറി കെയർ ടേക്കർ ആയിട്ട് വരുന്ന റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, ഈ സെപ്പറേഷൻ ആങ്സൈറ്റി നോർമലാണ്. അതായത് അത് പ്രൈമറി കെയർ ടേക്കർ ആയിട്ടുള്ള അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ അല്ലെങ്കിൽ ആ ഫാമിലി ആയിട്ട് കുട്ടിക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. ഈ അമ്മയോ ഈ ഫാമിലിയോ വിട്ടു നിന്നാൽ കുട്ടിയിൽ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കുറെ തിയറീസിലൊക്കെ ഉണ്ടാകും. സോ ഈ തിയറീസിലൊക്കെ കണ്ടതാണ്. ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നോർമൽ സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ എക്സാമ്പിൾസ് നമ്മൾ ഈ സ്കൂൾ തുറക്കുമ്പോഴുള്ള ന്യൂസുകളിലും പേപ്പറുകളിലൊക്കെ കാണുന്നതാണ് അല്ലെ. കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ അമ്മ കൊണ്ടാക്കിയിട്ട് അമ്മ ജസ്റ്റ് പുറത്തേ നിൽക്കുന്നുണ്ടാവുള്ളൂ. ഇവര് ക്ലാസ് റൂമിലും അമ്മ പുറത്ത് തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നാലും കുട്ടികൾ ഭയങ്കര രീതിയിൽ കരയാനും പേടിക്കാനൊക്കെ തുടങ്ങും. ഇത് നോർമൽ ആയിട്ടുള്ള സെപ്പറേഷൻ ആങ്സൈറ്റി ആണ്. ഇതെങ്ങനെയാ, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഭയങ്കര കംഫർട്ടബിൾ ആകും. സ്കൂൾ ഒരു സേഫ് സ്പേസ് ആണ്, ഒരു സേഫ് എൻവയോൺമെന്റ് ആണെന്നുള്ള ഒരു ബോധം കുട്ടിക്ക് വരും. എന്നിട്ട് ആ സ്കൂളുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ കുട്ടികൾ റെഡിയാകും അല്ലെ. അങ്ങനെയാണ് നോർമൽ ആയിട്ട് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ആൾക്കാർ ഓവർകം ചെയ്യുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റില്ല. എത്ര പ്രായം ചെന്നാലും 4 വയസ്സായാലും 5 വയസ്സായാലും 8 വയസ്സായാലും ഇവർക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും. ഇവർക്ക് നോർമലായിട്ട് അത് എന്താ പറയാ, അന്യം നിന്ന് പോവില്ല, അല്ലെങ്കിൽ ആ ആങ്സൈറ്റി ഇല്ലാതായിട്ട് പോവില്ല. എന്താ പറയാ എക്സാമ്പിൾസ് വരുന്നത്, ചിൽഡ്രൻ വിത്ത് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഓഫൺ ലാക്ക് സെൽഫ് കോൺഫിഡൻസ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലെ. ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവർക്ക് കിട്ടുന്ന സേഫ്റ്റി ഇവരുടെ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ആ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നോ കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സേഫ് അല്ലെങ്കിൽ സെക്യൂരിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ഫാമിലിയിൽ നിന്ന് വിട്ടുമാറി ചുറ്റുമുള്ള ലോകം എക്സ്പ്ലോർ ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്രിഹെൻസീവ് ഇൻ ന്യൂ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, പുതിയ കാര്യങ്ങൾ ഇവർക്ക് പേടിയായിരിക്കും അല്ലെ, അഭിമുഖീകരിക്കാൻ പേടിയായിരിക്കും. പുതിയ എൻവയോൺമെന്റുകൾ, പുതിയ സ്കൂള്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര പേടി ചെലുത്തുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ പുതിയ സിറ്റുവേഷൻസിനെ നേരിടുക എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും.
ഇമ്മച്യൂർ ഫോർ ദെയർ ഏജ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3.5 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ കരയാന്ന് പറയുന്നത് നോർമൽ സെപ്പറേഷൻ ആങ്സൈറ്റി ആണ്. അത് എത്രയും കൊല്ലം 1ാം ക്ലാസ്സും കഴിഞ്ഞ് 2ാം ക്ലാസ്സും കഴിഞ്ഞ് 3ാം ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇത് തുടരുകയാണെങ്കിൽ അത് ഇമ്മച്യൂർ ആണ് ആ ഏജിന് വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നോർമൽ ആയിട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഈ കുട്ടികൾക്ക് ഈ സെപ്പറേഷൻ ആങ്സൈറ്റിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെന്താണ് ഇവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്താ, ഷൈ, ഭയങ്കര ഒതുങ്ങിക്കൂടിയ ടൈപ്പ് ആയിരിക്കും. സെൻസിറ്റീവ്, പെട്ടെന്ന് ഇവർ ഇമോഷണൽ ആവും. നെർവസ്, ഭയങ്കര പേടിയായിരിക്കും ഇവർക്ക്. സബ്മിസീവ്, ഒരു ഒതുങ്ങിക്കൂടിയ ടൈപ്പ്, അതാണ് സബ്മിഷൻ എന്ന് പറഞ്ഞത്. എന്തും ആര് ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അടിക്കാൻ വന്നാലും കുഴപ്പമില്ല, സബ്മിസീവ് ആയിട്ടിരിക്കും. ഈസിലി ഡിസ്കറേജ്ഡ്, കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഡിസ്കറേജ്മെന്റ് ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യും. വറീഡ്, പേടിയായിരിക്കും. ഫ്രീക്വന്റ്ലി മൂവ് ടു ടീയേഴ്സ്, പെട്ടെന്ന് കരയും. ഈ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് കരച്ചിലൊക്കെ വരും. ഓക്കെ, അത്തരത്തിലുള്ള ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളിൽ കണ്ടുവരുന്ന എല്ലാ ട്രേറ്റ്സും ഇവരുടെ പേഴ്സണാലിറ്റിയിൽ കാണാൻ പറ്റും. അതിന്റെ കോർ റീസൺ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇവർക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കിട്ടുക ഈ പ്രൈമറി കെയർ ടേക്കർ, അമ്മ, അച്ഛൻ അവരുടെ അടുത്ത് മാത്രമായിരിക്കും എന്നുള്ളൊരു തെറ്റായ ബിലീഫാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടാത്തത്. ഇനി when children with separation anxiety are actually separated from their attachment figures, അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ വിട്ടു നിൽക്കുകയാണെങ്കിൽ, they become preoccupied with morbid fears. ചില പേടികൾ ഇവരുടെ ഉള്ളിൽ വരും. എന്തൊക്കെ? പാരന്റ്സ് ആർ ഗോയിങ് ടു ബിക്കം ഇൽ ഓർ ഡൈ. ഓക്കെ, എന്റെ ഫാമിലിയിൽ ഒരു ഇതേപോലത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് അച്ഛൻ ജോലിയുടെ ഭാഗമായിട്ട് മന്ത്ലി കർണാടക, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ ഒരു 1 വീക്കൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും അച്ഛന്. ഇവന് അത്യാവശ്യം പ്രായമുണ്ട്, 10-12 വയസ്സുണ്ട്. പക്ഷെ ഈ അച്ഛൻ പോകുന്ന ആ പോയിന്റ് മുതൽ കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അതായത് അച്ഛന് വല്ലതും പറ്റുമോ, അച്ഛന് ആക്സിഡന്റ് പറ്റുമോ, അച്ഛന് വല്ല അസുഖവും വരുമോ, അത്തരത്തിലുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഭയം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അവരുടെ ആ സെക്യൂരിറ്റി എന്നേക്കുമായി നഷ്ടപ്പെടുക എന്നുള്ള രീതിയിലുള്ള ഭയം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ഇത് നോർമൽ ആൾക്കാർക്കും കണ്ടുവരുന്നതാണ്, പക്ഷെ അത് എക്സാജറേറ്റഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. അല്ലെ, നമ്മൾ കുറെ നേരം വീട്ടിൽ നിന്ന് വിട്ടു നിന്ന അമ്മയുടെ കോള് വരും, എവിടെയാണ് എന്താണെന്ന് ചോദിച്ചിട്ട്. വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ ആവും. അതൊക്കെ നോർമലാണ്. പക്ഷെ അത് എക്സാജറേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ എപ്പോഴും മാറി നിൽക്കുന്ന ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ട് ഇവർക്ക് പേടി വിട്ടുപോകുന്നില്ലെങ്കിലൊക്കെയാണ് ഇഷ്യൂ ആവുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും കാരണം ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിന്റെ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാരണം തന്നെ വേണമെന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് ഈ ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ട്. ഈ ടെൻഷൻ ആവാനുള്ള ടെൻഡൻസി ഒക്കെ ചിലപ്പോൾ നമുക്ക് ജനറ്റിക്കലി കിട്ടാം, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവാനുള്ള ടെൻഡൻസി ഒക്കെ ജനറ്റിക്കലി കിട്ടാം. പക്ഷെ അത് മാത്രമാവണമെന്നില്ല ഇവിടുത്തെ കാരണം. കുറച്ച് എൻവയോൺമെന്റൽ കാരണങ്ങൾ കൂടി ഉണ്ടാകാം. എന്തൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്? ചിൽഡ്രൻ ക്യാൻ ബിക്കം ആങ്ഷ്യസ് ബിക്കോസ് ഓഫ് ഏർലി ഇൽനെസ്, ആക്സിഡന്റ്സ് ഓർ ലോസസ് ദാറ്റ് ഇൻവോൾവ് പെയിൻ ആൻഡ് ഡിസ്കംഫേർട്ട്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ കുട്ടി സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടി സ്വന്തം ജീവിതത്തിൽ കണ്ടിട്ടുള്ള കുറച്ച് ദുരനുഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് എന്തെങ്കിലും ഓർമ്മ വെച്ച പ്രായത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നു, മേജർ അസുഖം വന്നു, കുട്ടി ലൈക്ക് മരിക്കാറായി, പിന്നെ അവിടുന്ന് റിക്കവർ ആയിട്ടാണ് വന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞ നേരത്തെ സെൽഫ് കൺസെപ്റ്റ് ഇല്ലേ, വേൾഡ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ആ ബിലീഫ് അവിടെ റീഇൻഫോഴ്സ് ആവുകയാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി, ഓക്കെ, അപ്പൊ കുട്ടിക്ക് വീണ്ടും ആ ഒരു ചിന്താഗതി വരികയാണ്, ലോകം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ്, എനിക്ക് വേണ്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അച്ഛൻ്റെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ, അവർ അകന്ന് നിന്നാൽ എനിക്ക് എന്തെങ്കിലും അപകടം വരാം. അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ കുട്ടിയുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയിലോ മരണങ്ങളോ എന്തെങ്കിലും മേജർ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരികയാണ്, അങ്ങനെയൊക്കെ കുട്ടി കാണുകയാണ്, എന്തെങ്കിലും അപകടം കാണുകയാണ്. അപ്പൊ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഫിയർ വീണ്ടും റീഇൻഫോഴ്സ് ആവുകയാണ്, ആ ഫിയർ ശരിയാണെന്ന് കുട്ടിക്ക് വീണ്ടും തോന്നുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫ് എക്സ്പീരിയൻസ്, അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും, അത്തരത്തിലുള്ള കുട്ടീനെ വളരെ രീതിയിൽ ബാധിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ കുട്ടിയുടെ ജീവിതത്തിലോ കുട്ടിയുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ സെപ്പറേഷൻ ആങ്സൈറ്റിയിലേക്ക് നയിക്കാം. ഓക്കെ, ഇനി ഇതൊരു കേസ്, ഇങ്ങനത്തെ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവന്റ് ഉണ്ടാകുന്നത്. സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് ഓവർ ആങ്ഷ്യസ് ചിൽഡ്രൻ ഹാവ് ദ മോഡലിംഗ് ഇഫക്ട് ഓഫ് ആൻ ഓവർ ആങ്ഷ്യസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് പാരന്റ്. അതായത് നമ്മളെ ബാൻഡുറയിൽ പറഞ്ഞ സംഭവം, ഒബ്സർവേഷൻ ലേണിംഗ്, ഹു സെൻസിറ്റൈസസ് എ ചൈൽഡ് ടു ദ ഡേഞ്ചേഴ്സ് ആൻഡ് ത്രെറ്റ്സ് ഓഫ് ദ ഔട്ട്സൈഡ് വേൾഡ്. അച്ഛനും അമ്മയും ഭയങ്കര ഓവർ ആങ്ഷ്യസ് ആണ്, ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് കുട്ടിയെ വളർത്തുന്നതെങ്കിൽ കുട്ടിയും ഓവർ ആങ്ഷ്യസ്, ആ ഒരു
മറ്റേ അതേ തരത്തിലുള്ള ബിഹേവിയർ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടിയും അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അതേ സാധനം തന്നെ, അത് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര ടെൻഷൻ കാണിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ കുട്ടീനെ പുറത്തേക്ക് വിടാൻ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പേടിയാണ്, കുട്ടീനെ കടയിലേക്ക് കൊണ്ടുപോകാൻ പേടിയാണ്. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിലെ കുട്ടീനെ വളർത്തുന്നതെങ്കിൽ ഈ കുട്ടി വിചാരിക്കും ഓക്കെ അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ടില്ലേ, ഇവരുടെ കാഴ്ചപ്പാടിൽ ചുറ്റുമുള്ളതെല്ലാം അപകടമാണ്, അപ്പൊ എപ്പോഴും ഇവരെന്റെ അടുത്ത് തന്നെ വേണം. അപ്പൊ ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് കുട്ടികളെ വളർത്തിയാലും ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സിലേക്ക് നയിക്കാം. ഓക്കെ, ഈ നമ്മുടെ പാരന്റ്സിന്റെ എനർജിയും കുട്ടികൾ കണ്ടു പഠിക്കാം, ആ ഒരു കോഴ്സും കാണാറുണ്ട്. ഇനി ഇതിന്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് നടക്കാം. ഇൻഡിഫറന്റ് ഓർ ഡിറ്റാച്ച്ഡ് പാരന്റ്സ് ഓർ റിജക്റ്റീവ് പാരന്റ്സ് ഓൾസോ ഫോസ്റ്റർ ആങ്സൈറ്റി ഇൻ ദർ ചിൽഡ്രൻ. കുട്ടിയെ തീരെ നോക്കാത്ത പാരന്റ്സ് ആണ്, വളർന്നു വരുന്ന കുട്ടീനെ എങ്ങനെ വേണമെങ്കിലും അഴിച്ചുവിടുന്ന പാരന്റ്സ്, ഒട്ടും ഡിസിപ്ലിൻ ഇല്ല, ഒട്ടും ഗൈഡൻസ് ഇല്ലാതെ വളർത്തുന്ന പാരന്റ്സ്. അപ്പൊ ഈ കുട്ടികള് സ്വന്തം ഇഷ്ടപ്രകാരം വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേപോലത്തെ എന്തെങ്കിലും അപകടങ്ങളിലോ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സിലൊക്കെ ചെന്ന് ചാടും. ലോകം ഒരു ഡേഞ്ചറസ് പ്ലേസ് ആണെന്നുള്ള ബിലീഫ് കുട്ടിയിൽ വീണ്ടും റീഇൻഫോഴ്സ് ആവും. ഓക്കെ, ആ രീതിയിലും സംഭവിക്കാം. പാരന്റ്സ് തീരെ ശ്രദ്ധ കൊടുക്കാത്തപ്പോ കുട്ടി എക്സ്പ്ലോർ ചെയ്യുന്നത് അധികമായിട്ട് അത് കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് സെപ്പറേഷൻ ആങ്സൈറ്റി വരാം. അല്ലെങ്കിൽ നമ്മുടെ ഈ പാരന്റ്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുട്ടിയുടെ സെൽഫ് കൺസെപ്റ്റ്, നമ്മൾ പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ പഠിച്ചപ്പോൾ കുട്ടി വളരുമ്പോൾ കുട്ടിയുടെ സെൽഫ് കൺസെപ്റ്റ് ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ പാരന്റ്സിന്റെ ലവും സെക്യൂരിറ്റി വേണം എന്നുള്ള ഒരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ ലവ് ആൻഡ് സെക്യൂരിറ്റി കിട്ടുന്നില്ലെങ്കിൽ കുട്ടിക്ക് സെൽഫ് കൺസെപ്റ്റ് എന്താ പറയുക ഭയങ്കര മോശമായിരിക്കും. അപ്പൊ അത് കാരണം കുട്ടിക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസും ഷൈനസും സെപ്പറേഷൻ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ആ കുട്ടിയുടെ വെർത്ത് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാകാം. സോ ഈ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരന്റ്സ്, തീരെ ശ്രദ്ധിക്കാത്ത പാരന്റ്സ്, ഇതൊക്കെയാണ് കുറച്ച് എൻവയോൺമെന്റൽ കോസസ് ആയിട്ട് കണ്ടുവരുന്നത്. ഇത് കൂടാതെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത ജനറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഹെറിഡിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു കോഴ്സും ഓഫ് കോഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഉപരി കുട്ടി വളരുന്ന എൻവയോൺമെന്റ് ആയിരിക്കണം സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡറിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അഡൾട്ട്സിന് വരുന്ന അതേ സംഭവം പക്ഷെ കുട്ടികളിൽ ആ ഒരു രീതിയിലാണ്. ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ആൻഡ് ബൈപോളാർ ഡിസോർഡർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. മൂഡ് ഡിസോർഡേഴ്സിലാണ് വരുന്നത്. ഡിപ്രഷൻ, വിഷാദ രോഗം. ബൈപോളാർ ഡിസോർഡറിന് എന്താ പറയാ, ഉന്മാദം ആണ് തോന്നുന്നു. ഓക്കെ, സോ ഈ രണ്ട് രോഗങ്ങൾ ആണ് അഡൾട്ട്സിൽ കണ്ടുവരുന്ന അതേ രോഗങ്ങൾ തന്നെയാണ് കുട്ടികളിലും ചില കേസസിൽ കണ്ടുവരാം. കുട്ടികളിലും ഡിപ്രഷൻ വരാം, കുട്ടികളിലും ബൈപോളാർ ഡിസോർഡർ വരാം. മറ്റേ സിംറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അഡൾട്ട്സിൽ ഉണ്ടാവുന്ന അതേ സിംറ്റംസ് തന്നെയാണ് കുട്ടികളിൽ കണ്ടുവരാറുള്ളത്. ചൈൽഡ്ഹുഡ് ഡിപ്രഷന്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? സാധാരണ ഡിപ്രഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ. സാഡ്നെസ്, അല്ലെ, ഭയങ്കര വിഷമം കുട്ടികളിൽ. വിഡ്രോവൽ, നന്നായി കളിച്ചിരുന്ന ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിരുന്ന കുട്ടികൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല, ഒതുങ്ങിക്കൂടിയിട്ട് അധികം നേരം ഒറ്റയ്ക്ക് ചെലവഴിക്കുകയാണ്. ക്രൈയിങ്, കുട്ടി ഒരുപാട് കരയുന്നു സങ്കടം കാരണം. പുവർ സ്ലീപ്പ്, എന്താ ഉറക്കത്തിന്റെ പാറ്റേൺസിന് ഡിസ്റ്റർബ് ആവുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. അപ്പറ്റൈറ്റ്, ഭക്ഷണം, വിശപ്പൊക്കെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നു. ഓക്കെ, ചില കേസസിൽ തോട്ട്സ് ഓഫ് സൂസൈഡ് ആൻഡ് സൂസൈഡൽ അറ്റംപ്റ്റ്സ്, കുട്ടികൾക്ക് ഈ ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാവുകയും ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കുട്ടികൾ ചെയ്യാം. സൂസൈഡൽ അറ്റംപ്റ്റ്സിന് വേണ്ടിയിട്ട് കുട്ടികൾ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ സാധാരണ ഡിപ്രഷനിലെ അഡൾട്ട്സിൽ എന്തൊക്കെയാണോ കാണുന്നത് അത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കുട്ടികളിലും കാണാം. ഈ കുട്ടികളിൽ എക്സ്ട്രാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ഇത് അഡൾട്ട്സിലും വേറെയുള്ളതാണ്. ഇറിറ്റബിലിറ്റി കുട്ടികളിൽ കൂടുതൽ കണ്ടുവരാറുണ്ട്. ഡിപ്രഷനോ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സോ ഉള്ളപ്പോൾ ഇറിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ടെമ്പർ ടാൻട്രംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആവശ്യമില്ലാത്ത വാശി കാണിക്കുക, പെട്ടെന്ന് തല്ലുവിടാൻ വരിക, അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ചില കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഈ ടെമ്പർ ടാൻട്രംസ് നമ്മൾ പറയുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സ് ചില കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇതേ ഇറിറ്റബിലിറ്റി അഡൾട്ട്സിലും കണ്ടുവരാറുണ്ട്. എസ്പെഷ്യലി മെയിൽ ഡിപ്രഷനിൽ ഇറിറ്റബിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്. നമ്മുടെ സമൂഹത്തില് പുരുഷന്മാർക്ക് സങ്കടം എക്സ്പ്രസ് ചെയ്തിട്ട് ശീലമില്ല, അല്ലെ, അടക്കി പിടിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സ്റ്റിഗ്മ ഉള്ളത് കൊണ്ട് അടക്കി പിടിച്ചിട്ടായിരിക്കും അധികം ആൾക്കാരും ലൈഫ് ലീഡ് ചെയ്യുക. അപ്പൊ ഈ ഡിപ്രഷൻ വരുമ്പോൾ
അവര് സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം ആങ്കർ, ഇറിറ്റേഷൻ കാണിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് ചൂടാവുക, ആ രീതിയിലൊക്കെ മെയിൽ ഡിപ്രഷനിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് റിസർച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഫീമെയിൽ ഡിപ്രഷനിൽ ചിലപ്പോൾ സാഡ്നെസ് ആയിരിക്കും സ്ത്രീകൾ അധികം കാണിക്കുക, പക്ഷെ മെയിൽസ് ദേഷ്യമായിരിക്കും കാണിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ സങ്കടം കാണിക്കുന്നതിന് പകരം ഇറിറ്റബിലിറ്റി, ടെമ്പർ ടാൻട്രംസ്, ദേഷ്യപ്പെടുന്നതും ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നതും, നോർമലായിട്ട് ഉണ്ടായിരുന്ന കുട്ടി ചെറിയ കാര്യങ്ങൾക്ക് തന്നെ തെറ്റിപ്പോവുക, വഴക്കിടുക, അങ്ങനത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ ചൈൽഡ്ഹുഡ് ഡിപ്രഷന്റെ സിംറ്റം ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ബാക്കി എല്ലാത്തിലും അഡൾട്ട്സ് ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ബൈപോളാർ ഡിസോർഡർ നിങ്ങൾ പഠിച്ചതാണ്. കുട്ടികളിൽ വരുന്നത് സെയിം ആണ്, സിമിലർ ആയിട്ടുള്ള ബൈപോളാർ ഡിസോർഡർ തന്നെയാണ്. ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് കണ്ടീഷൻ വരും അതില്, മാനിയ ആൻഡ് ഡിപ്രഷൻ അല്ലെ. ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയും വരും, ഉന്മാദാവസ്ഥയും വരും, മാനിയയും വരും. ഓക്കെ, അപ്പൊ ചില സമയത്ത് അവർക്ക് മാനിക് എപ്പിസോഡ് ആയിരിക്കും ഉണ്ടാവുക. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റേഷൻ, സാധാരണഗതിയിലുള്ള എക്സൈറ്റേഷനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നു കുട്ടികൾ, കൂടുതൽ സന്തോഷം കാഴ്ചവെക്കുന്നു, കൂടുതൽ എനർജറ്റിക് ആവുന്നു, കൂടുതൽ ആക്റ്റീവ് ആകുന്നു. മാനികയിലുള്ള കുട്ടികൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ചിലപ്പോൾ ഈ സന്തോഷം വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ എടുത്തു കൊടുക്കാം. ഈ അഡൾട്ട്സിൽ ഓവർ സ്പെൻഡിങ് എന്ന് പറയും. മാനിയ വരുന്ന സമയത്ത് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കൂട്ടി പാർട്ടി ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ചിലപ്പോൾ നെയ്ബേഴ്സിനോ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടുകൊടുക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഭയങ്കര എനർജി കാണിക്കുന്ന തരത്തിലുള്ള എപ്പിസോഡ്സിനെയാണ് മാനിക് എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡിപ്രസീവ് എപ്പിസോഡിൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ ചൈൽഡ്ഹുഡ് ഡിപ്രഷന്റെ കേസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സിംറ്റംസും തന്നെയാണ് ഇവിടെ വരുന്നത്. വിഷാദം, സങ്കടം, സൂസൈഡൽ അറ്റംപ്റ്റ്സ്, ഉറക്കമില്ലായ്മ. ഓക്കെ, ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡിപ്രഷന്റെയും മാനിയയുടെയും അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡറിന്റെയും സിംറ്റംസ് വരുന്നത്. അപ്പോൾ ഇതും കുട്ടികളിൽ സാധാരണയായിട്ട് ചില കേസസിലൊക്കെ കണ്ടുവരാറുണ്ട്. കാരണം എന്താണ്? സ്ട്രോങ് കോസ് എന്ന് പറയുന്നത് അധികം റിസർച്ചസിലും കണ്ടത് പാരന്റ്സിന്റെ മൂഡ് ഡിസോർഡർ ഹിസ്റ്ററി ആണ്. ഈ ബൈപോളാർ ഡിസോർഡർ ഉള്ള പാരന്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ള പാരന്റ്സ് ആണെങ്കിൽ ചില കേസസിൽ കുട്ടികളിൽ ഇത് കണ്ടുവരാറുണ്ട് എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരന്റ്സിന് ബൈപോളാർ ഡിസോർഡറോ ഡിപ്രഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് വരുന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. അതല്ല ഹെറിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് കൂടും. ഈ സേഫ് എൻവയോൺമെന്റിലാണ് കുട്ടി വളരുന്നതെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു അഡൾട്ട് ആയിട്ട് തന്നെ കുട്ടി മാറും. പക്ഷെ ഈ എൻവയോൺമെന്റ് ശരിയല്ല. ഈ പാരന്റ്സിന് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ കുട്ടിയുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സേഴ്സ് എന്ന് പറയില്ല നമ്മൾ, ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലാന്നോ, ലവ് കിട്ടുന്നില്ലാന്നോ, റിലേഷൻഷിപ്പ് ഇഷ്യൂസോ, പാരന്റ്സിന്റെ ഡിവോഴ്സോ, അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴാണ് ഈ കുട്ടികളിൽ ഇത് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിപ്രഷനോ ബൈപോളാർ ഡിസോർഡറോ കാണിക്കാനുള്ള സാധ്യത കൂടുന്നത്. ഒരിക്കലും പാരന്റ്സിന് ബൈപോളാർ ഡിസോർഡർ ഉണ്ട് അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ വരുന്നത്. അതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി. ഓക്കെ, ഈ മൂഡ് ഡിസോർഡറിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അങ്ങനെയാണ് കാണാറുള്ളത്. റിസ്ക് കൂടും വരാനുള്ളത്. ഓക്കെ, ഇനി ആൽക്കഹോൾ കൺസംപ്ഷൻ ഓഫ് മദർ, ഇത് റീസെന്റ് റിസർച്ചസ് ഒക്കെ പറയുന്നതാണ്. പ്രഗ്നൻസി സമയത്ത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മ ആൽക്കഹോൾ ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബ്ലഡിൽ ആൽക്കഹോൾ ഒക്കെ പോയിട്ട് ഡെവലപ്മെന്റൽ എന്താ പറയാ, നമ്മുടെ ന്യൂറോൺസിനൊക്കെ സ്ട്രക്ചറിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് മോർ പ്രോൺ ടു മൂഡ് ഡിസോർഡേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൽക്കഹോൾ കൺസംപ്ഷൻ ഓഫ് മദർ വേറൊരു മേജർ കോസ് ആണ്. പിന്നെ അതുകൂടാതെ വരുന്ന ഈ നമ്മൾ പറഞ്ഞ ട്രോമാറ്റിക് എക്സ്പീരിയൻസസോ ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആ തരത്തിലൊക്കെ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ആൻഡ് ബൈപോളാർ ഡിസോർഡേഴ്സ് വരാം. ഓക്കെ, സാധാരണ അഡൾട്ട്സിന് വരുന്നത് പോലെ എപ്പോ വേണമെങ്കിലും വരാം. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ കോസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, എന്നിട്ട് നമുക്ക് അടുത്ത ഡിസോർഡറിലേക്ക് പോകാം. ഡിപ്രഷനും ബൈപോളാർ ഡിസോർഡറിന്റെയും അതേ സിംറ്റംസ് തന്നെയല്ലേ സാധാരണയായിട്ട് ചൈൽഡ്ഹുഡ് ഡിപ്രഷനും ബൈപോളാർ ഡിസോർഡറിന് വരുന്നതും? അതെ, സിംറ്റംസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അഡൾട്ട്സിന്റെ അതേ സിംറ്റംസ് തന്നെയായിരിക്കും വരിക. ഞാൻ പറഞ്ഞ പോലെ ആ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ അഡൾട്ടിന് മാനിക് എപ്പിസോഡ് വരുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഓവർ സ്പെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അവര് കൂട്ടി വെച്ചിട്ടുള്ള പൈസയൊക്കെ വെറുതെ ആൾക്കാർക്ക് കൊടുക്കുന്നതും അവരുടെ ഈ സ്വർണ്ണമൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ടെൻഡൻസി ഒക്കെ കണ്ടുവരാറുണ്ട്. അത് ഈ കുട്ടികളിൽ ചിലപ്പോൾ ടോയ്സ് കൊടുക്കുന്നതും ഡ്രസ്സ് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും. ആ രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷെ സിംറ്റംസ് ഒക്കെ സിമിലർ ആണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് SSRI ഡ്രഗ്സ് ഒക്കെയാണ്.
കുറച്ച് മെഡിസിൻസ് ഒക്കെ ട്രീറ്റ്മെന്റിൽ കൊടുക്കാറുണ്ട്. നമ്മൾ പണ്ട് കാണുന്നത് പോലെ ഈ സൈക്കാട്രിക് ഡ്രഗ്സ് ഒക്കെ ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ജനറേഷൻ ഡ്രഗ്സ് ഒക്കെ അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും അധികം ഉണ്ടാക്കാറില്ല. ലൈക്ക് അത്രയും സിവിയർ കേസസിൽ ഹൈ ഡോസസ് കൊടുക്കുമ്പോഴൊക്കെ സൈഡ് എഫക്ട്സ് നല്ല രീതിയിൽ കണ്ടുവരാറുള്ളൂ. മരുന്നുകൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ കോസ് ആ മരുന്ന് എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്കറിയില്ല, ഇതൊരു മിസ്റ്ററിയാണ്. പക്ഷെ മരുന്നുകൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ആവാറുണ്ട്. പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഈ കുട്ടികളുടെ സെൽഫ് കൺസെപ്റ്റ് കറക്റ്റ് ആക്കി എടുക്കാനും തെറ്റായിട്ടുള്ള ബിലീഫുകൾ ശരിയാക്കി എടുക്കാനുള്ള തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിസോർഡറിലേക്ക് കടക്കാം. ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ. പേര് പോലെ തന്നെ ഒപ്പോസ് ചെയ്യുക ആരെ, അല്ലെങ്കിൽ ഡിഫൈ ചെയ്യുക ആരെ, ഒരു അതോറിറ്റി ഫിഗറിനെ. ഇപ്പൊ കുട്ടികളുടെ കേസസിലാവുമ്പോൾ പാരന്റ്സ് ആയിരിക്കും അവരുടെ അധികം അതോറിറ്റി ഫിഗർ എന്ന് പറയുന്നത്. അവരെ തള്ളി പറയുക, അവരായിട്ട് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഡിസോർഡർ. ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡറിന്റെ നമ്പർ 1 എക്സാമ്പിൾ നമ്മുടെ മലയാളം സീരിയലുകളിൽ കണ്ടുവരുന്ന എല്ലാ കുട്ടികൾക്കും അധികം ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ ഉണ്ട്. ക്രൂര മനോഭാവവും തർക്കുത്തരം പറയലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കലൊക്കെയാണ് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിക്കറന്റ് പാറ്റേൺ ഓഫ് നെഗറ്റീവിസ്റ്റിക്. അല്ലെ, പാരന്റ്സ് എന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന രീതി. ഇവിടെ ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. നമ്മൾ ഈ കുരുത്തക്കേടുള്ള കുട്ടിയാണ്, ഇച്ചിരി വികൃതി കൂടുതലുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നതാണ് ഈ ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡറിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഈ വികൃതി കാണിക്കുമ്പോൾ പാരന്റ്സ് കറക്റ്റ് ആയിട്ട് കറക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഗൈഡൻസ് കൊടുക്കും. അങ്ങനെ ഗൈഡൻസ് കൊടുത്തില്ലെങ്കിലാണ് ഇത് ഒരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഓക്കെ, നെഗറ്റിവിസ്റ്റിക് ആയിട്ട് എടുക്കുക, എന്ത് പറഞ്ഞാലും ഡിഫൈ ചെയ്യുക, ഡിസോബേ ചെയ്യുക, പാരന്റ്സ് പറയുന്നത് അനുസരിക്കുന്നില്ല, പാരന്റ്സ് ആയിട്ട് നിരന്തരം തല്ലുകൂടുക, അവരെ എന്താ പറയുക തള്ളിക്കളയുക, ആ രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഹോസ്റ്റൈൽ ബിഹേവിയർ, അതായത് പാരന്റ്സിനൊക്കെ ശത്രുക്കളായിട്ട് കാണുക, അതോറിറ്റി ഫിഗേഴ്സിനൊക്കെ ശത്രുക്കളായിട്ട് കാണുക, ഞാൻ പറയുന്നതാണ് ശരി, അവർ പറയുന്നതെല്ലാം തെറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ബിഹേവിയർ. ദാറ്റ് പെർസിസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months. അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാരന്റ്സിനെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാരന്റ്സ് ആയിട്ട് അടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. അത് നോർമലാണ്. അത് പെർസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ആ ഒരു 6 മാസമെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ അതൊരു ഡിസോർഡർ എന്ന നിലയിൽ പറയാൻ പറ്റുള്ളൂ. മിസ്ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. സാധാ കുസൃതികളും സാധാ വികൃതികളും കുട്ടികൾ കാണിക്കുന്നത് ഒരിക്കലും ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ ആയിട്ട് മിസ്ഡയഗ്നോസ് ചെയ്യരുത്. അത് എത്ര കാലം നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു ഡിസോർഡർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് 6 months എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ട എല്ലാ ഡിസോർഡേഴ്സിലും ഇതേപോലെ ടൈം ഫ്രെയിം വരുന്നുണ്ട്. ചില കേസസിൽ 6 months, ചില കേസസിൽ 12 months അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡറിന്റെ പ്രത്യേകത. ഇനി സിംറ്റംസ് എന്തൊക്കെയാ വരിക? ഫ്രീക്വന്റ് ടെമ്പർ ടാൻട്രംസ്, ഭയങ്കര വാശിയായിരിക്കും, എപ്പോഴും വഴക്ക് കൂടും, എപ്പോഴും അടി കൂടാൻ റെഡി ആയിട്ടുള്ള ആളായിരിക്കും. ആർഗ്യൂയിങ് എ ലോട്ട് വിത്ത് അഡൾട്ട്സ്, മുതിർന്നവരായിട്ട് എപ്പോഴും സംഘർഷത്തിലായിരിക്കും, എപ്പോഴും എന്താ പറയാ തല്ലുകൂടിക്കൊണ്ടേയിരിക്കും. റിഫ്യൂസിങ് ടു ഡു വാട്ട് ആൻ അഡൾട്ട് ടാസ്ക്, അല്ലെ, ഡിസൊബീഡിയൻസ്, അച്ഛനും അമ്മയും പറയുന്നത് ചെയ്യുന്നില്ല, അവരെ എന്താ പറയാ തള്ളിക്കളയുക, അവരുടെ ഓർഡേഴ്സിന് ഒരു വിലയും കൊടുക്കാതിരിക്കുക. ഓൾവേസ് ക്വസ്റ്റ്യനിങ് റൂൾസ് ആൻഡ് റിഫ്യൂസിങ് ടു ഫോളോ റൂൾസ്, ഇത് പറയാൻ നിങ്ങളാരാ, ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് എങ്ങനെയാണ് എനിക്കറിയാം, ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അവർ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ. ഡൂയിങ് തിങ്സ് ടു അനോയ് ഓർ അപ്സെറ്റ് അതേഴ്സ്, എന്താ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. ഇപ്പോ അമ്മ അടിച്ചൊരു സ്ഥലത്ത് എന്തെങ്കിലും പൊടി കൊണ്ടിടുകയോ കളർ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അമ്മ കരയുന്നുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായ പിന്നെയും അമ്മേനെ അനോയ് ചെയ്യാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ആ രീതിയിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാം. ഓക്കെ, ബ്ലെയിമിങ് അതേഴ്സ് ഫോർ ദ ചൈൽഡ്സ് ഓൺ മിസ്ബിഹേവിയേഴ്സ് ഓർ മിസ്റ്റേക്സ്, നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് അവനാ ചെയ്ത് ഇവനാ ചെയ്ത് നുണ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ബ്ലെയിം ഇടുന്നത്, ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ പറയും, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ബീങ് ഈസിലി അനോയ്ഡ് ബൈ അതേഴ്സ്, പെട്ടെന്ന് അനോയ് ആവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റിംഗ് ആവുക എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക. ഓഫൺ ഹാവിങ് ആൻ ആംഗ്രി ആറ്റിറ്റ്യൂഡ്, എപ്പോഴും ദേഷ്യപ്പെടുക, ഒരു ശാന്തമായിട്ടുള്ള രീതിയിൽ സംഭാഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരായിട്ട് ഓഫൺ ഇമ്പോസിബിൾ ആയിരിക്കും അല്ലെ. സ്പീക്കിംഗ് ഹാർഷ്ലി ഓർ അൺകൈൻഡ്ലി, സംസാരിക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയില്ല. ഓക്കെ, സീക്കിംഗ് റിവെഞ്ച് ഓർ ബീയിങ് വിൻഡിക്റ്റീവ്, ഭയങ്കരമായ രീതിയിൽ പക മനസ്സിൽ വെക്കുക, വെറുപ്പ് മനസ്സിൽ വെക്കുക, പ്രതികാരത്തിനുള്ള അവസരങ്ങൾ ഇങ്ങനെ തേടി നടക്കുക, ആ രീതിയിലുള്ള കുട്ടികൾക്കൊക്കെ ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് സിംറ്റംസ് ആണ് ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡേഴ്സിൽ കണ്ടുവരുന്നത്. ഇതില്
ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന കണ്ടക്ട് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡർ ഉണ്ട്. അതിന്റെ ഒരു തുടക്ക സ്റ്റേജ് ആണ് ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ. ഇവിടെ അതോറിറ്റി ഫിഗർ ആയിട്ടുള്ള പാരന്റ്സ് ആയിട്ടായിരിക്കും കണ്ടിന്യൂസ് പ്രശ്നം വരിക. പാരന്റ്സ് ആയിട്ട് ടെമ്പർ ടാൻട്രംസ്, ആർഗ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്, അവരെ നിഷേധിക്കുന്നതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് മെല്ലെ മെല്ലെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകും. ചില കുട്ടികൾക്ക് അവർക്ക് കറക്റ്റ് സ്റ്റേജിൽ കറക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ പാരന്റ്സിനോട് ചെയ്യുന്ന അതേ ആറ്റിറ്റ്യൂഡ് ചുറ്റുമുള്ള ആൾക്കാരോടും ചെയ്യും. അത് കൂടാതെ ഫിസിക്കൽ വയലൻസ്, നിയമം തെറ്റിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ഡിസോർഡറിലേക്ക് പോകുന്നത്. ഒപ്പോസിഷൻ ഡിഫൈൻ ഡിസോർഡർ ശ്രദ്ധിക്കാതിരുന്നാൽ നെക്സ്റ്റ് ആയിട്ടുള്ള കണ്ടക്ട് ഡിസോർഡർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ് റിപ്പിറ്റേറ്റീവ് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഡിസ്റിഗാർഡ് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡറിൽ പ്രൈമറി അതോറിറ്റി ഫിഗർ ആയിട്ടായിരിക്കും സംഘർഷം, പാരന്റ്സ് ആയിട്ടൊക്കെ ആയിരിക്കും നിരന്തരം സംഘർഷത്തിന്റെ നേച്ചർ അധികവും വെർബൽ ആയിരിക്കും അല്ലെ. പാരന്റ്സിനെ ഇടിക്കുക, തൊഴിക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അവര് പറയുന്നത് കേൾക്കാതിരിക്കുക, അവരായിട്ട് തല്ലുകൂടുക, ആ രീതിയിലായിരിക്കും ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡറിൽ കാണുന്നത്. ഇത് ഈ കറക്റ്റ് രീതിയിൽ കറക്ഷൻ കൊടുത്തില്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ ആയിട്ട് മാറാം. കണ്ടക്ട് ഡിസോർഡർ ആയി മാറുകയാണെങ്കിൽ പാരന്റ്സിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യും. സ്ട്രേഞ്ചേഴ്സിനെ ആണെങ്കിലും സുഹൃത്തുക്കളെ ആണെങ്കിലും അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കില്ല. റൂൾസ് നമുക്ക് ഓരോ സംസ്കാരത്തിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ. ക്രൈം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ റൂൾസ് ഒക്കെ തെറ്റിക്കും. മോഷണം, കൊലപാതകം, അല്ലെങ്കിൽ റേപ്പ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് സിംറ്റംസ് വരിക? മെയിൻ ആയിട്ട് റൂൾ വയലേഷൻസ് തന്നെയാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാകാം, മറ്റേ സ്റ്റീലിംഗ് ആകാം, മോഷണമാകാം, അഗ്രസീവ് ബിഹേവിയർ, എപ്പോഴും ഫൈറ്റിൽ ഏർപ്പെടുക, ആൾക്കാരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ, ക്രൂവൽറ്റി ടു ആനിമൽസ്, മൃഗങ്ങളെ ഉപദ്രവിക്കുക, സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്ലഷറിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുക, മൃഗങ്ങളെ കൊന്നുകളയുക, ആ രീതിയിലുള്ള ബിഹേവിയർ. വാൻഡലിസം, അന്യന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുക, മറ്റുള്ളവരുടെ ജനലിലേക്ക് കല്ലെറിയുക, മറ്റുള്ളവരുടെ വാഹനത്തിന്റെ കാറ്റഴിച്ചു വിടുക, ആ രീതിയിലുള്ള ബിഹേവിയർ. വെരി ഏർലി സെക്ഷൽ ആക്ടിവിറ്റി അല്ലെ, ഈ പ്രൊട്ടക്റ്റീവ് സെക്സ് എഡ്യൂക്കേഷൻ, ഇതൊന്നും ഇവർക്ക് വലിയ കാര്യമുള്ള കാര്യമായിരിക്കില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ ശ്രമിക്കും. ഈ അമേരിക്കയിലൊക്കെ നടത്തിയ റിസർച്ച് പ്രകാരം ഏർലി പ്രഗ്നൻസി ഇല്ലേ, 18 വയസ്സാവുന്നതിന് മുൻപ് പ്രഗ്നന്റ് ആവുന്ന കുട്ടികൾക്ക് കണ്ടക്ട് ഡിസോർഡേഴ്സ് കണ്ടുവരാറുണ്ട്. അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റീസ്, റിസ്കി ബിഹേവിയേഴ്സ് ഒക്കെ ഇവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡറിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് കണ്ടക്ട് ഡിസോർഡർ. ഒപ്പോസിഷൻ ഡിഫൈൻ ഡിസോർഡറിൽ ഇത്രയും എക്സ്ട്രീം ആയിട്ടില്ല. ആ ഒരു അതോറിറ്റി ഫിഗറിനോടുള്ള നിരന്തരമായിട്ടുള്ള സംഘർഷമായിരുന്നു അവിടെ ഹൈലൈറ്റ്. കണ്ടക്ട് ഡിസോർഡറിലേക്ക് എത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി, സൊസൈറ്റിയിലുള്ള റൂൾസും വയലേഷൻസും ക്രിമിനൽ ആക്ടിവിറ്റീസും ഒക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇനി കണ്ടക്ട് ഡിസോർഡർ ബേസിക്കലി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. ഓക്കെ, അതായത് ഇനി നിങ്ങൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡർ പഠിക്കും. ഓക്കെ, സോഷ്യോപാത്ത് എന്നൊക്കെ നമ്മൾ പറയില്ല ചില ആൾക്കാരെ, സീരിയൽ കില്ലേഴ്സ്, അങ്ങനത്തെ ആൾക്കാര്. ഈ ക്രിമിനൽ മെന്റാലിറ്റി തന്നെയാണ് ഇവിടെ വരുന്നത് ഹൈലൈറ്റ് ആയിട്ട്. പക്ഷെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല DSM-5 പ്രകാരം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കണ്ടക്ട് ഡിസോർഡർ എന്നാണ് അതിനെ വിളിക്കുന്നത് എന്ന് മാത്രം. സോ ബേസിക്കലി 18 വയസ്സ് വരെ ഈ കുട്ടിക്ക് കണ്ടക്ട് ഡിസോർഡർ എന്നുള്ള ഡയഗ്നോസിസ് ആയിരിക്കും കിട്ടുക. 18 വയസ്സിന് ശേഷം ചിലപ്പോൾ അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് മാറ്റാം, ആ ടേം മാറ്റാം. അത്രേ ഉള്ളൂ വ്യത്യാസം വരുന്നു. ഇത് ബേസിക്കലി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രത്യേകതകൾ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ 18 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഫുൾ ആയിട്ട് രൂപീകരിച്ചിട്ടില്ല എന്നുള്ളൊരു ആശയത്തിന്റെ പുറത്ത് അതിനൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഉൾപ്പെടുത്തരുത് എന്ന് DSM-5 ഉണ്ട്. അതുകൊണ്ട് കണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ പ്രത്യേകത വരുന്നത്. ഈ ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ ആൻഡ് കണ്ടക്ട് ഡിസോർഡർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ കറക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. തെറാപ്പി അല്ലെങ്കിൽ റൈറ്റ് പാരന്റിംഗ് ഇല്ലേ, ശരിയായ രീതിയിലുള്ള പാരന്റിങ്ങിലൂടെ ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ കറക്റ്റ് ചെയ്തെടുക്കാം. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. കുട്ടിയായതുകൊണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഡൾട്ട് ആയാലും ക്രിമിനൽ ആയിട്ട് ഉള്ളൊരു ജീവിതമായിരിക്കും അവരുടെ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ ലൈഫിൽ കാണാൻ പറ്റുന്നത്.
കറക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കേസസിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കാം. ഇനി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇത് ബേസിക്കലി ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ശരിക്കും ആ സെക്ഷനിൽ വരേണ്ടതാണ്, അവിടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല സിലബസിൽ. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ശരിക്കും ADHD ഉൾപ്പെടുത്തേണ്ടതാണ്, അത് അവിടെ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ADHDയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി, ഈ 2 പോയിന്റ് ആണ് ആ കുട്ടികളിൽ കണ്ടുവരുന്നത്. ലാക്ക് ഓഫ് അറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, 3 പോയിന്റ് സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സസ്റ്റെയിനിങ് അറ്റൻഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്, അതൊരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കില്ലാണ് അല്ലെ. തലച്ചോറ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. അത് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സസ്റ്റെയിൻഡ് അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻഅറ്റൻഷൻ എന്നൊക്കെ പറയും, അറ്റൻഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ്സുകളിൽ പോയ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അറ്റൻഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സംസാരിച്ചുകൊണ്ട് ടീച്ചർ സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആ പോയിന്റ് തൊട്ടിട്ട് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് മറ്റുള്ള ചിന്തകളിലേക്ക് പോകാം, കാട് കയറി പോകാം ഇവരുടെ ചിന്തകൾ. പെട്ടെന്ന് അറ്റൻഷൻ ഷിഫ്റ്റ് ആവും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക്. അതുകൂടാതെ എന്തുണ്ടാവും, ഇമ്പൾസീവ്നെസ്, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ്നെസ് നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട്. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുക, ഓടി നടക്കുക. ഈ കുട്ടീനെ ഒരു 5 മിനിറ്റ് ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. ഇവർക്ക് എപ്പോഴും കൈയും കാലും ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നില്ലെങ്കിൽ ഓടിച്ചാടി നടക്കുക, അല്ലെങ്കിൽ അവിടെ എവിടെയും പോവുകയോ, ആ രീതിയിലുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ ഇവരുടെ എന്താ പറയുക പേഴ്സണാലിറ്റിയിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ആ 2 പോയിന്റ് ആണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൽ മെയിൻ ആയിട്ട് വരുന്നത്. സോ സിംറ്റംസിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻഅറ്റൻഷൻ, സ്കൂളിലോ എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ലിസണിങ്, ഒരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോ സംഭാഷണത്തിൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇവർക്ക് ശ്രദ്ധിക്കുക, ആ സംഭാഷണത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫോർഗെറ്റ്ഫുൾനെസ്, ശ്രദ്ധിച്ചാലല്ലേ മെമ്മറിയിൽ നിൽക്കുള്ളൂ. നമ്മൾ അറ്റൻഡ് ചെയ്ത കാര്യം നമ്മുടെ മെമ്മറിയിലേക്ക് കയറിപ്പോളൂ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവര് എടുക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മറന്നു പോകും. ഫോർഗെറ്റ്ഫുൾനെസ് സാധാരണ രീതിയിൽ കണ്ടുവരാറുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി, ഡിഫിക്കൽട്ടി വെയിറ്റിംഗ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക. അപ്പൊ ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു, അമ്മ കുട്ടി കൊണ്ട് പോവുകയാണെങ്കിൽ ഈ കുട്ടീനെ സീറ്റിൽ കുറച്ചേരം ഇരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. കുട്ടി അവിടെയും ഇവിടെ ഓടിച്ചാടും, അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ നടക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ടോക്സ് നോൺ സ്റ്റോപ്പ്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ സംസാരിച്ച് നമുക്ക് എന്തോ കുറച്ചേരം ഉണ്ടായതിരുന്നുകൂടെ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തേക്കാം. റിപ്പീറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കനോട്ട് സിറ്റ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ചു നേരം അടക്കി ഒതുക്കി കുട്ടീനെ അവിടെ ഇരുത്തുക എന്ന് പറയുന്നത് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ്. അവരധികം നേരം അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കൊന്നുമില്ല. എപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടി ആ ഒരു ടൈപ്പിലുള്ള കുട്ടികളായിരിക്കും ADHD ഉള്ള കുട്ടികൾ വരുന്നത്. ഇത് ബേസിക്കലി ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ തന്നെയാണ്. അറ്റൻഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ബ്രെയിൻ പാർട്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വരുമ്പോഴാണ് ADHD വരാറുള്ളത്. പിന്നെ മിസ്ഡയഗ്നോസ് ചെയ്യാറുണ്ട് അധികം കേസസിൽ ADHD. അമേരിക്കയിലൊക്കെ, നമ്മുടെ അവിടെ ഒന്നും അങ്ങനത്തെ സർവീസ് നടത്താറില്ല. ഈ സാധാരണ കുട്ടികളിലും ഈ ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിറ്റി ഒക്കെ കാണാം. നമ്മൾ ലേണിംഗ് ഡിസോർഡർ പറഞ്ഞതുപോലെ തന്നെ ചില കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണാം, അത് ലേണിംഗ് ഡിസോർഡർ ആവണമെന്നില്ല. അപ്പോൾ അതേപോലെ ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിറ്റി കാണിക്കുമ്പോൾ തന്നെ ADHD എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു അമേരിക്കയിലൊക്കെ. അപ്പൊ മിസ്ഡയഗ്നോസിസ് നടക്കാറുണ്ട്, കുറച്ച് പ്രായം കഴിഞ്ഞാൽ അവർക്ക് ഇത് പോവാറുണ്ട്. ഓക്കെ, ആ രീതിയിലും സംഭവിക്കാറുണ്ട്. സോ ഇത്രയൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ, ഇത് ഈ കോമോർബിഡ് ആയിട്ട് ഇതും കാണാൻ പറ്റില്ലേ? പറ്റും. ADHD ഒന്നിച്ച് കണ്ടക്ട് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ADHD കോമോർബിഡ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവർക്ക് ഏതാ ബിഹേവിയർ തെറാപ്പി ആണോ കൊടുക്കാറ്, അതോ മെഡിസിൻ ആണോ, മെഡിക്കേഷൻസ് ആണോ? ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സിന് ഈ ഇമ്പൾസിവിറ്റി കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻ നല്ല രീതിയിൽ വർക്കാവും. ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻ നല്ല രീതിയിൽ വർക്കാവും. അതേപോലെ അറ്റൻഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഈ ADHDയുടെ മെഡിസിൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, അതിന്റെ ഒപ്പം തെറാപ്പിയും കൂടി വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബ്രെയിൻ കോസ് നമുക്ക് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട്
വർക്കാവും. ഇപ്പൊ ഇവിടെ അറ്റൻഷനെ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റീനൊക്കെ ബാധിക്കുന്ന ബ്രെയിൻ ഏരിയാസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെഡിസിൻസ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. സാർ ഈ കണ്ടക്ട് ഡിസോർഡർ ഇല്ലേ, ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ചെയ്താൽ ഫുൾ ആയിട്ട് ക്യൂർ ആവോ? ബുദ്ധിമുട്ടാണ്. ഈ കണ്ടക്ട് ഡിസോർഡേഴ്സ് വരിക എന്ന് പറയുന്നത് തന്നെ 1% താഴെയൊക്കെയാണ് സാധ്യത. അത്രയും റയർ ആയിട്ട് വരുന്നതാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാറ്റഗറിയിൽ പെടുത്താതുകൊണ്ട്. ഓക്കെ, അപ്പോ ഞാൻ LP സെക്ഷനിൽ പഠിക്കുമ്പോഴേ എന്റെ കൂടെ പഠിച്ചൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര അഗ്രസീവ് ആയിട്ടും മറ്റുള്ള ഫ്രണ്ട്സിന് ഫുൾ ഉപദ്രവിക്കുന്ന കുട്ടിയായിരുന്ന ആളെ. അപ്പൊ ഞങ്ങളുടെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ, അവൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെന്ന് പറയണ. ഇപ്പൊ അതാണ് ചോദിച്ച പുള്ളി ക്യൂറബിൾ ആണോന്ന് ചോദിക്കാൻ കാരണം. അധികം കേസസിലും ക്യൂറബിൾ ആവാറില്ല. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഈ ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡറിന്റെ സ്റ്റേജിലൊക്കെയാണ്, പൂർണ്ണമായിട്ടുള്ള ഒരു കണ്ടക്ട് ഡിസോർഡർ ആയിട്ടില്ല. ലൈക്ക് ആ കുട്ടിയുടെ പേരിൽ രജിസ്റ്റേർഡ് ക്രിമിനൽ കേസസ് എന്നുള്ള ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തെറാപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ഗൈഡൻസ് ഒക്കെ വെച്ചിട്ട് കുറെയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പക്ഷെ ഒരു സയന്റിഫിക് സൊസൈറ്റിയിലുള്ള ഒരു കൺസെൻസസ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പ്രിവെൻഷൻ ആണ് ഏറ്റവും ബെറ്റർ. ചോദിച്ചു സർ, ഈ മുതിർന്നവരിലും ADHD ഡയഗ്നോസ് ചെയ്യപ്പെടാറുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യപ്പെടാതെയാണോ, അത് മുതിർന്നവരിൽ അത് അപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണോ? അല്ല, അധികം കേസസിലും അത് ഡയഗ്നോസ് ചെയ്യാതെ പോകുന്നതാണ്. ഈ ADHD ഓട്ടിസം പോലെ തീവ്രത കുറഞ്ഞ ADHD ഉണ്ടായിരിക്കാം. അത് ഈ ടീച്ചറൊക്കെ ചിലപ്പോൾ ശ്രദ്ധയില്ലാത്ത കുട്ടിയാണ്, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ കുട്ടി വളർന്ന് വലുതാവും. എന്നിട്ട് ഒരു അഡൾട്ട് സ്റ്റേജിൽ എത്തിയിട്ട് ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഡയഗ്നോസിസ് കിട്ടുക. ആ രീതിയിലേക്ക് പോകുന്നതാവും. മനസ്സിലായില്ലേ? ഓക്കെ സർ, താങ്ക് യു. വേറെന്തെങ്കിലും ഡൗട്ട്? ഇത്രയേ ഉള്ളൂ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നോക്കിയ 5 സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ ആൻഡ് ബൈപ്പോളാർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ്, ODD, കണ്ടക്ട് ഡിസോർഡർ ആൻഡ് ADHD. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കുറച്ചധികം പഠിക്കാനുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ 8 വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കാറ്റഗറിയിൽ 10 പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് ഞാൻ നിർത്താം. ഡിസോർഡേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും ശരിക്കും അറിയില്ല. ഓക്കെ, ജനറ്റിക് ആയിട്ടുള്ള കോസസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, വളർന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ടുള്ള ഒരു കോസ് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, പേഴ്സണാലിറ്റി ഡിസോർഡറിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില കേസസിലൊന്നും ഇവർക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാരോടും സൈക്കോളജിസ്റ്റുകളോടും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര സംശയമൊക്കെ ആയിരിക്കും. ഇതിലൊരിക്കലും സഹകരിക്കില്ല ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഈ തെറാപ്പിയുടെ ഒക്കെ മേജർ ബേസിസ് എന്ന് പറയുന്നത് തന്നെ പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ സഹകരണം കിട്ടിയാലേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള സഹകരണം അധികം കേസസിലും കണ്ടുവരാത്തത് കൊണ്ടാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡറും ഒരേപോലെ അല്ലേ, ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ കണ്ട ആന്റി സോഷ്യൽ പോലത്തെ കാര്യങ്ങളൊക്കെ. സോ അതൊന്ന് കോസസ് അറിയില്ല, ട്രീറ്റ്മെന്റ് ബുദ്ധിമുട്ടാണെന്നുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഇതില്ലേ എന്ന് നമുക്ക് തോന്നാം, നമുക്കും ഇതൊക്കെ ഇല്ലേ എന്ന് നമുക്ക് തോന്നാം. ഓക്കെ, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്, റിലേറ്റബിൾ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ചുറ്റുള്ള ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യുകയോ വിലയിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത്. സാധാരണ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനുള്ള ഒരു ടെൻഡൻസിയാണ് അവൻ ഈ ഡിസോർഡർ ഉണ്ട്, ഇവൻ ഈ ഡിസോർഡർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതൊക്കെ നോർമൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ മുഴുവൻ ഉടനീളം നിലനിന്ന് നിൽക്കുന്ന, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആ വ്യക്തിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പേഴ്സണാലിറ്റി മാറിയാലേ അതിനൊരു ഡിസോർഡർ ആയിട്ട് മാറുള്ളൂ. സോ അത്
ഈ നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ ഇതിന്റെ എന്തൊക്കെ അംശങ്ങൾ ഉണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് ആരും പോകാതിരിക്കാം. ഓക്കെ, അപ്പൊ ഈ 2 പോയിന്റ് ഓർത്ത് വെക്കാം. ഇനി ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക അറിയാലോ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വ വൈകല്യമാണ് അല്ലെ, ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തൊക്കെ ആസ്പെക്ട് ഉണ്ടോ അതിലെല്ലാം പ്രശ്നം വരാം. ഇന്റർപേഴ്സണൽ ഡിഫിക്കൽട്ടീസ്, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ വരാം, ആ വ്യക്തിയുടെ തന്നെ സെൽഫ് കൺസെപ്റ്റിന് പ്രശ്നങ്ങൾ വരാം, പ്രോബ്ലം വിത്ത് വൺസ് ഐഡന്റിറ്റി ഓർ സെൻസ് ഓഫ് സെൽഫ്, ആ വ്യക്തിയെ കുറിച്ചുള്ള ചിന്താഗതിയിൽ പ്രശ്നം വരാം, ഇന്നബിലിറ്റി ടു ഫംഗ്ഷൻ അഡ്വക്കേറ്റ്ലി ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ, നമ്മൾ പറയുന്ന നോർമൽ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുക, ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ആ വ്യക്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാരണം ഇവർക്ക് ചിലപ്പോൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് ഒക്കെ കൂടും. അപ്പൊ ഇവര് കഞ്ചാവ് ഉപയോഗിക്കുന്നതോ കൊക്കൈൻ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടും. അല്ലെങ്കിൽ ഇവർക്ക് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി പേഴ്സണാലിറ്റിയുടെ ഡിസോർഡർ കാരണം ഉണ്ടാകാം. അപ്പൊ അത് കാരണം ഇവർക്ക് ഡിപ്രഷനോ ആങ്സൈറ്റിയോ മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യത കൂടും. ചില കേസസിൽ സ്കിസോഫ്രീനിയ വരാനുള്ള റിസ്ക് കൂടും. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾക്ക് അധികം കേസസിലും 99% കേസസിലും വേറെ ഏതെങ്കിലും മെന്റൽ ഇൽനെസ് കൂടെ ഉണ്ടാകും. ഓക്കെ, ഡിപ്രഷൻ, ആങ്സൈറ്റി, സബ്സ്റ്റൻസ് അബ്യൂസ്, സ്കിസോഫ്രീനിയ തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി DSM-5 പ്രകാരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ 3 ക്ലസ്റ്റർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ചർച്ചകളിലൂടെ ഉൾപ്പെടുത്തിയ ഒരു ക്ലസ്റ്റർ ആണ്. ഈ 3 ക്ലസ്റ്റർ അടുത്ത DSM-ൽ എടുത്തു കളയും, അത് ഓൾമോസ്റ്റ് ഷുവർ ആണ്. ഇത് എടുത്തു കളയണം എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ക്ലാസിഫിക്കേഷൻ അത്ര റിലയബിൾ അല്ല, ഫോളോ ചെയ്യാൻ പറ്റിയതല്ല, അതുകൊണ്ടാണ്. പക്ഷെ ജസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് 3 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത എഡിഷനിലൊക്കെ ഇത് എടുത്തു കളയാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ക്ലസ്റ്ററിലും വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഏതാണെന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ക്ലസ്റ്റർ എ പാരനോയിഡ്, സ്കിസോയിഡ്, സ്കിസോട്ടിപ്പൽ. ഈ ക്ലസ്റ്റർ എയുടെ പ്രത്യേകത എന്താണ്? ഓഡ് ഓർ എക്സെൻട്രിക് ബിഹേവിയർ, വികൃതമായിട്ടുള്ള പെരുമാറ്റം, അൺയൂഷ്വൽ ബിഹേവിയർ, അതാണ് ഇവരുടെ ഈ ക്ലസ്റ്റേഴ്സിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലസ്റ്റർ ബിയിലുള്ള ആൾക്കാർക്കും ഓഡ് ഓർ എക്സെൻട്രിക് ബിഹേവിയർ കാണിക്കാം, ക്ലസ്റ്റർ സിയിലുള്ള ആൾക്കാരും ഓഡ് ഓർ എക്സെൻട്രിക് ബിഹേവിയർ കാണിക്കാം. അതുകൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ തെറ്റാണ്, എടുത്തു കളയണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും ഇത് നിലനിന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഈ പേര് മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുത്താൽ മതി. ക്ലസ്റ്റർ എയിൽ പാരനോയിഡ്, സ്കിസോയിഡ് ആൻഡ് സ്കിസോട്ടിപ്പൽ. ക്ലസ്റ്റർ ബിയിൽ വരുന്നത് ഹിസ്ട്രിയോണിക്, നാർസിസിസ്റ്റിക്, ആന്റി സോഷ്യൽ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഈ 4 ക്ലസ്റ്റർ ബിയിൽ വരുന്നത്. ഇവിടെ ഇമോഷണൽ പ്രശ്നങ്ങളും ഡ്രമാറ്റിക് ബിഹേവിയർ അല്ലെ, മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള അഭിനയം, ആ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ആയിരിക്കും, ഡ്രമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത. ക്ലസ്റ്റർ സി അവോയ്ഡന്റ്, ഡിപ്പെൻഡന്റ്, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, OCPD എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ക്ലസ്റ്ററിൽ വരുന്നത് മെയിൻ ആയിട്ട് ആങ്സൈറ്റി ആൻഡ് ഫിയർഫുൾനെസ് ആയിരിക്കും ഇവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രത്യേകത. ഭയങ്കര പേടി, ഇറാഷണൽ ആയിട്ടുള്ള ആങ്സൈറ്റി, അത്തരത്തിൽ എല്ലാത്തിനോടുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലസ്റ്റർ സിയിലുള്ള ആൾക്കാർ ഓഡ് ഓർ എക്സെൻട്രിക് ബിഹേവിയർ കാണിക്കാം, ക്ലസ്റ്റർ എയിലുള്ള ആൾക്കാർക്ക് ആങ്സൈറ്റിയും ഫിയർഫുൾനെസ് ഒക്കെ കാണിക്കാം, ഈ ബിയിലുള്ള ആൾക്കാർക്കും ഈ ക്ലസ്റ്ററിലുള്ള പ്രത്യേകതകൾ കാണിക്കാം. അതുകൊണ്ട് ഈ ക്ലാസിഫിക്കേഷൻ ബേസിക്കലി തെറ്റാണ്. ഇത് ഉടനെ എടുത്തു കളയാൻ പ്ലാൻ ഉണ്ട്. ജസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിങ്ങനെ നിലനിൽക്കുന്നു. ഓരോ ക്ലസ്റ്ററിൽ ഏതൊക്കെ അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് നിർത്താം. 3 തരംതിരിച്ചിട്ടുണ്ട്, ക്ലസ്റ്റർ A, B ആൻഡ് C. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. People with this disorder have difficulty with following the social norms of language. Identify the disorder. Social norms ഏതായിരുന്നു? സോഷ്യോ പ്രാഗ്മാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ. അതെ, സോഷ്യോ പ്രാഗ്മാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ തന്നെയാണ്. ഭാഷേനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞത്. Which disorder, if allowed to persist, can lead to antisocial personality disorder in the future? ഒപ്പോസിഷൻ ഡിഫൈൻഡ് ഡിസോർഡർ ആണോ? കോണ്ടാക്ട് ഡിസോർഡർ. കോണ്ടാക്ട് ഡിസോർഡർ ആണ്. ഒപ്പോസിഷനെ ഡിഫൈൻ ഡിസോർഡറും കറക്റ്റ് ആണ്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒപ്പോസിഷനെ ഡിഫൈൻ ഡിസോർഡർ ലീഡ്സ് ടു കോണ്ടാക്ട് ഡിസോർഡർ. കോണ്ടാക്ട് ഡിസോർഡർ ആണ് ബേസിക്കലി ആന്റി സോഷ്യൽ തന്നെയാണ്, പക്ഷെ അതിനെ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ റീസണിങ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഈ മറ്റേ DSM-ലൊക്കെ കൊടുത്തിരിക്കുന്നത് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് തന്നെയാണ്. ലൈക്ക് ഒപ്പോസിഷൻ ഡിഫൈൻ ഡിസോർഡറിൽ ആ രീതിയിലുള്ള ആന്റി സോഷ്യലിന്റെ
ഫിസിക്കൽ ആൻഡ് വയലൻസും അഗ്രഷനും ഒന്നും അങ്ങനെ രീതിയിൽ കാണുന്നില്ലല്ലോ. ഇവിടെ അധികം വെർബൽ ആയിട്ടുള്ള രീതിയിലുള്ള കാണുന്നത്. സോ കോണ്ടക്ട് ഡിസോർഡർ തന്നെയാണ് വരുന്നത്. കുട്ടികളിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യാത്തത് കൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഒപ്പോസിഷണൽ ഈസ് ടെക്നിക്കലി കറക്റ്റ് ആണ് ഒപ്പോസിഷണൽ, പക്ഷെ ലൈക്ക് DSM പ്രകാരം കോണ്ടക്ട് ഡിസോർഡർ ആണ്. Dyscalculia is primarily characterized by difficulties with mathematics and problem solving. ഞാൻ പറഞ്ഞ പോലെ കാൽക്കുലിയ വാക്ക് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇസ് ഡിസ്ലെക്സിയ. റൈറ്റിംഗ് മറ്റേ ഡിസ്ഗ്രാഫിയയിലും വരാട്ടോ. റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് വരുന്നത് കൊണ്ട് ഡിസ്ലെക്സിയ. സോഷ്യൽ സ്കിൽസ് ഇതേപോലെ വേറെ ഏത് ഡിസോർഡറിൽ വേണമെങ്കിലും സോഷ്യൽ സ്കിൽസ് ബാധിക്കാം. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സിൽ. ആൻഡ് മോട്ടോർ സ്കിൽസ് മോട്ടോർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി തന്നെയുണ്ട്. അപ്പോൾ ഇതേപോലെ ഡിസ്കാൽക്കുലിയ പോലെ ഡിസ്ലെക്സിയും ഡിസ്ഗ്രാഫിയൊക്കെ ചോദ്യങ്ങളായിട്ട് വേണമെങ്കിൽ വരാം. ഇമ്പൾസിറ്റി, ഇൻഅറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ആർ ഫീച്ചേഴ്സ് ഓഫ് ഏത് രോഗത്തിന്റെയാണ്? ADHD. യെസ്, ADHD ആണ്. ഈ ബൈപോളാർ ഡിസോർഡറിൽ മാനിക് എപ്പിസോഡ് വരുമ്പോൾ ഇമ്പൾസിറ്റി, ഇൻഅറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടുവരാറുണ്ട്. ബൈപോളാർ ഡിസോർഡറിന്റെ ഒരു എപ്പിസോഡാണല്ലോ മാനിയ. മാനിയയില് ഇമ്പൾസീവ് ബിഹേവിയർ, ശ്രദ്ധയില്ലാത്തത്, ഹൈപ്പർ ആക്ടിവിറ്റി, എക്സൈറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ കണ്ടുവരാറുണ്ട്. പക്ഷെ ഈ 3 എണ്ണം അടിസ്ഥാനപരമായിട്ട് ADHDയുടെ ഫീച്ചറാണ്. ബൈപോളാറിലെ മാനിയനെ സ്പെസിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കാണാറുണ്ടെന്ന് പറയാം. പക്ഷെ ക്വസ്റ്റ്യൻ വന്നാൽ ADHD തന്നെയാണ്. ഓക്കെ, ഒരു അസുഖത്തിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ 3 എണ്ണം ADHD ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബൈപോളാറിലല്ല മാനിയൊക്കെ വരുന്നത്? യെസ്, ബൈപോളാറിലുള്ള ഒരു എപ്പിസോഡാണ് മാനിയ. ചില ആൾക്കാർക്ക് വർഷങ്ങളോളം മാനിയ മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ലൈക്ക് അതേപോലെ മാനിയ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ വരാൻ ചില ആൾക്കാർക്ക്. അതായത് മാനിയ ബൈപോളാർ ഡിസോർഡർ ആണ് അസുഖം, വർഷങ്ങളോളം മാനിക് എപ്പിസോഡിലൂടെ കടന്നു പോകുന്നു, അതിന്റെ ഒപ്പം ഹാലുസിനേഷനും ഡിലൂഷനും വരുന്നു, സ്കിസോഫ്രീനിയുടെ പോലെ. അങ്ങനത്തെ രീതിയിലും വേണമെങ്കിൽ വരാം. ഡിപ്രഷനിലും വരാം, ലൈക്ക് എല്ലാത്തിലും വരാം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഡീപ്പായി പഠിക്കും തോറും. പക്ഷെ മാനി വരുന്നത് ബൈപോളാറിന്റെ ഒരു എപ്പിസോഡാണ്. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം ADHD. സോ ഇത്രയേ ഉള്ളൂ. ഇനി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കവർ ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.